മനസ്സിൽ അതൊക്കെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ സഭ ഇസ്രായേലിൻ്റെ പുതിയ ഒരു പേര് അല്ല, ഇസ്രായേലിൻ്റെ പിന്തുടർച്ച അല്ല, ഇസ്രായേലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, പിന്നെ യെരുശലേം ദേവാലയം അല്ല, ദൈവസഭ ഒരു കെട്ടിടമല്ല, ദൈവസഭ ഒരു ജനസംഗമം ആൾക്കൂട്ടം അല്ല, ദൈവസഭ ഒരു സംഘടനയല്ല, ദൈവസഭ ഒരു പ്രസ്ഥാനമല്ല, ദൈവസഭ ഒരു സ്ഥാപനമല്ല, തുടങ്ങി സഭ എന്തല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സഭ എന്താണെന്നും നമ്മൾ ഒടുവിലായി ചിന്തിക്കുകയുണ്ടായി. എന്താണ് ദൈവസഭ? ഗ്രീക്കിൽ 2 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് കുറിയാക്കോൺ, മറ്റൊന്ന് എക്ലീസിയ. കുറിയാക്കോൺ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വക എന്നാണ് അതിൻ്റെ അർത്ഥം. എക്ലീസിയ എന്ന് പറയുമ്പോൾ അത് വിളിച്ച് പുറത്തേക്ക് വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടം. ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവ സഭ. നമ്മൾ ഒടുവിലായിട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തുകയുണ്ടായി. വീണ്ടും ജനനത്താൽ പുതുജീവൻ പ്രാപിച്ച, നീതീകരണത്താൽ കുറ്റവിമുക്തമാക്കപ്പെട്ട, പാപമോചനത്താൽ ന്യായവിധി മാറ്റപ്പെട്ട, ആത്മാവിനാൽ നടത്തപ്പെടുന്ന വിശുദ്ധിയും വേർപാടും ജയജീവിതവും നയിക്കുന്ന ദൈവജനത്തിന്റെ കൂട്ടമാണ് ദൈവ സഭ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ദൈവ സഭയിലെ അംഗങ്ങൾ ആരാണ്? അതാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആരാണ് ദൈവസഭയിലെ അംഗങ്ങൾ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യം അതിനാധാരമായി നമുക്ക് വായിക്കാം. Acts of the Apostles chapter 2 verse 47. അപ്പോസ്തലപ്രവൃത്തി 2:47. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് ഇരുന്നു. സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ദൈവസഭയുടെ ചരിത്രം. ആ പുസ്തകത്തിൽ നമുക്ക് പുതിയ നിയമസഭയുടെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിലാണ് ഭൂമിയിൽ പുതിയ നിയമസഭ ആരംഭിച്ചത്. പെന്തക്കോസ്ത് നാൾ മുതൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരെയുള്ള കാലഘട്ടമാണ് സഭാ കാലഘട്ടമെന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ സഭയുടെ, ദൈവസഭയുടെ കാലഘട്ടം ഈ കാലയളവാണ്. അപ്പോൾ ഈ 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. ദൈവസഭയിലെ അംഗങ്ങൾ ആരാണ്? ഇവിടെ ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം കിട്ടുന്നുണ്ട്: രക്ഷിക്കപ്പെടുന്നവർ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെടുന്നവർ, രക്ഷിക്കപ്പെട്ടവർ, രക്ഷ പ്രാപിച്ചവർ. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ള വിടുതലാണ്. മാനവജാതി മുഴുവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ദൈവദേശം നഷ്ടപ്പെട്ട് ശിക്ഷാവധിക്ക്, നിത്യനരകത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. ആ സ്ഥാനത്തു നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു. അങ്ങനെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടായി. അതാണ് രക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവ സഭയിലെ അംഗങ്ങൾ. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷയ്ക്ക് 2 വശമാണ്. 2 വശം രക്ഷയ്ക്കുണ്ട്. രക്ഷയുടെ ഒരു വശം എന്ന് പറയുന്നത് മാനുഷിക വശമാണ്, മറ്റൊന്ന് ദൈവിക വശമാണ്. അപ്പൊ മാനുഷിക വശവുമുണ്ട്, ദൈവിക വശമുണ്ട്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്ഷയുടെ മാനുഷിക വശം എന്താണെന്ന് ചോദിച്ചാൽ മാനസാന്തരമാണ്. രക്ഷയുടെ മാനുഷിക വശം മനസാന്തരം. അത് മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തോട് കൂടെ വിശ്വാസം. ഇപ്പം മാൻസ് പാർട്ട്, മാനുഷിക ഭാഗമാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാനുഷിക ഭാഗം, മാനസാന്തരമാണ്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്, അഥവാ പുതു ജനനമാണ്. ഈ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മാനസാന്തരമുണ്ട്.
മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരം ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മെറ്റനോയിയ എന്ന് പറയും. മെറ്റനോയിയ, മാനസാന്തരം. നമ്മളുടെ ആ വാക്കിന്റെ അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: മനസ്സിന് ഉണ്ടാകുന്ന മാറ്റം, അന്തരം, മാറ്റം. മനസ്സിന് ഉണ്ടാകുന്ന മാറ്റം മാനസാന്തരം, അതാണ് സാധാരണ അർത്ഥം. എന്നാൽ ക്രിസ്തീയ മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന വെറുമൊരു മാറ്റം മാത്രമല്ല. ഒരു 100 ബീഡി ഒരു ദിവസം വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി അത് കുറച്ച് ഒരു 10 ആക്കി ചുരുക്കിയാൽ നമ്മൾ പറയും ആ വ്യക്തിക്ക് ഒരു മാനസാന്തരമുണ്ട്. ഈയിടെയായിട്ട് വലിയ പാവമൊന്നും ചെയ്യുന്നില്ല, പാവമൊക്കെ കുറച്ചു. അതൊരു മാനസാന്തരമായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ 100 സിഗരറ്റ് വലിക്കുന്നവൻ അത് 10 ആക്കിയതിനെ ബൈബിളിൽ അതൊരു മാനസാന്തരമായിട്ട് പറയുന്നില്ല. മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അനുഭവമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമായ തിരിച്ചിലാണ്. പഴയതിനെ മുഴുവൻ ഉപേക്ഷിച്ച് പുതിയ അനുഭവത്തിലേക്ക് തിരിയുന്ന തിരിച്ചിലാണ് ക്രിസ്തീയ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരം ഒരു തിരിച്ചിലാണ്. എന്തോ തിരിച്ചിലാണ്? പാപത്തിന്റെ വഴിയിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിലേക്കുള്ള തിരിച്ചിൽ. സ്വയത്തിന്റെ വഴിയിൽ നിന്ന് ദൈവഹിതത്തിന്റെ വഴികളിലേക്കുള്ള തിരിച്ചിലാണ്. നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം. തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചിലിനെയാണ് ക്രിസ്തീയ മാനസാന്തരം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ഭാഗം രക്ഷയ്ക്ക് എന്താണ്? മാനസാന്തരമാണ്. പലതരത്തിലുള്ള മാനസാന്തരങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് സാധാരണ മാനസാന്തരം, സാധാരണ മാനസാന്തരം 1. 2 താൽക്കാലിക മാനസാന്തരം. 3 തെറ്റായ മാനസാന്തരം. 4 ശരിയായ മാനസാന്തരം. ഇങ്ങനെ മാനസാന്തരത്തെയും നമുക്ക് തരം തിരിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. സാധാരണ മാനസാന്തരം പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു അനുഭവം ഉണ്ടായിട്ട് നമ്മൾക്കങ്ങ് ഒരു മാറ്റം അങ്ങ് ഉണ്ടാകുക. ചിലർ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങ് വിങ്ങിപ്പൊട്ടും, അവർ കരയാനായിട്ട് തുടങ്ങും. അവരങ്ങ് തീരുമാനിക്കും മാനസാന്തരപ്പെടാനായിട്ട്, കർത്താവിന്റെ സഭയിൽ വരാനും സ്നാനപ്പെടാനും ദൈവത്തിന്റെ വഴിയെ അനുസരിക്കാനും ഒക്കെ അവരങ്ങ് അന്നേരം അങ്ങ് തീരുമാനിക്കും. പക്ഷേ പിന്നീട് അവരുടെ തീരുമാനം അവർ മാറ്റും. അന്നേരം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ആ സാധാരണ മാനസാന്തരം. ചിലർ പറയാറുണ്ട്, പാസ്റ്ററുകളെ ഞാൻ എന്തായാലും സ്നാനപ്പെടും, പാസ്റ്റർ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യും, സ്നാനപ്പെടും എന്നൊക്കെ പറയും. അങ്ങനെ അവർ എത്രയോ പാസ്റ്റർമാരോട് പറഞ്ഞിരിക്കുന്നു. എത്രയോ പാസ്റ്റർമാര് പോയി ഇതുവരെ അവരെന്ത് ചെയ്തിട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല. അവര് കുറ്റം ഉപേക്ഷിക്കത്തില്ല. ഇവിടെ പാപത്തിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടാകത്തില്ല. ആ മാനസാന്തരപ്പെടാം എന്നൊക്കെ പറയും. അവർക്കൊരു അനുഭൂതിയാണത്. പെട്ടെന്ന് വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു അനുഭൂതി, ഇത് ശരിയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ. അങ്ങനെ ചിലർ മാനസാന്തരപ്പെടാറുണ്ട്. അതാണ് സാധാരണ മാനസാന്തരം എന്ന് പറയുന്നത്. ചിലരുടെ മാനസാന്തരം താൽക്കാലിക മാനസാന്തരം. താൽക്കാലിക മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, ഒരു അപകടം വന്നു, അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ സഭയിലേക്ക് കടന്നു വരികയും മാനസാന്തരത്തിന്റെ അനുഭവം പ്രകടമാക്കുകയൊക്കെ ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ അവര് സഭയിൽ നിന്ന് പോവുകയും ചെയ്യും. അതൊരു താൽക്കാലിക മാനസാന്തരമാണ്. ഫറവോനെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ബാധയൊക്കെ വരുമ്പോഴെല്ലാം പുള്ളി മാനസാന്തരപ്പെടും. എന്നാൽ മോശ പ്രാർത്ഥിച്ച് ബാധയെല്ലാം മാറിക്കഴിയുമ്പോൾ അവൻ പിന്നെയും പഴയപടിയിലേക്ക് മാറും. അതാണ് താൽക്കാലിക മാനസാന്തരം എന്നൊക്കെ പറയുന്നത്. പിന്നീട് തെറ്റായ മാനസാന്തരം, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാനസാന്തരം. ജോലി കിട്ടാൻ വേണ്ടി മാനസാന്തരപ്പെടുക, വിവാഹം കഴിക്കാൻ വേണ്ടി മാനസാന്തരപ്പെടുക, വീട് കിട്ടാൻ വേണ്ടി മാനസാന്തരപ്പെടുക, ഇങ്ങനെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു മനുഷ്യനുണ്ട്, ശിമോൻ. അവൻ ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് വരണം, അതിനുവേണ്ടി ആ വിശ്വാസത്തിലേക്ക് വന്നതായിട്ട് വായിക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ള മാനസാന്തരമാണ് അങ്ങനെയുള്ള മാനസാന്തരം. എന്നാൽ ശരിയായ മാനസാന്തരമുണ്ട്. ശരിയായ മാനസാന്തരമാണ് രക്ഷയ്ക്ക് നിദാനമായ മാനുഷിക വശത്തിലുള്ള മാനസാന്തരം. അതൊരു സമ്പൂർണ്ണ തിരിച്ചിലായിരിക്കും. പാപത്തിന്റെ എല്ലാ വഴികളെയും ഉപേക്ഷിച്ചിട്ട് പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് തിരിയുന്ന ഒരു സമ്പൂർണമായ തിരിച്ചിലാണ് ക്രിസ്തീയ മാനസാന്തരം എന്ന് പറയുന്നത്. അത് രക്ഷയ്ക്കുള്ള മാനുഷിക വശമാണ്. നമ്മളൊക്കെ അങ്ങനെ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തിന്റെ ഭാഗം, രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ജനനം എന്ന് പറയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വീണ്ടും അല്ലെങ്കിൽ പുതുജനനം, റീജനറേഷൻ, റീബർത്ത് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്? സ്തോത്രം. സാധാരണ ഇന്ന് ആളുകൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതാണ്, ആർ യു ബോൺ അഗെയിൻ?
നീ വീണ്ടും ജനിച്ചതാണോ? നീ വീണ്ടും ജനിച്ചതാണോ? നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, താങ്കൾ വീണ്ടും ജനിച്ചതാണോ? എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് വീണ്ടും ജനനം? വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനെ ആത്മീയമായി ജീവിപ്പിച്ച് ദൈവ പൈതലാക്കി, ദൈവ മകനാക്കി തീർക്കുന്ന ദൈവിക പ്രക്രിയയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. പാപത്തിൽ മരിച്ച ഒരുവനെ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരുവനെ, പാപിയായി ജീവിക്കുന്ന ഒരുവനെ, അവൻ സുവിശേഷം കേട്ട് വിശ്വസിച്ചവൻ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവനിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ദൈവം അവനെ ജീവിപ്പിക്കും, അവനെ ആത്മീയമായി ജീവിപ്പിക്കും. ആത്മീയമായി മരിച്ച ആ മനുഷ്യനെ ദൈവം ആത്മീയമായി ജീവിപ്പിച്ച് ദൈവ മകനാക്കി തീർക്കും. അത് ദൈവത്താൽ സംഭവിക്കുന്ന, ദൈവവചനത്താൽ സംഭവിക്കുന്ന, ദൈവാത്മാവിനാൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയുടെ പേരാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വീണ്ടും ജനിച്ച ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ച ഒരു ഡേറ്റ് നമുക്കുള്ളതുപോലെ, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കുള്ളതുപോലെ, നമ്മൾ വീണ്ടും ജനിച്ച ഒരു ദിവസമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ, രക്ഷിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. എല്ലാവർക്കും ആ ദിവസം ഉണ്ടായിരിക്കണം. സ്തോത്രം. ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. നിങ്ങൾ എന്നാണ് ഒരു ദൈവവേദലായി തീർന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. സ്തോത്രം. അന്ന് ദൈവം നിങ്ങളെ ആത്മീയമായി ജീവിപ്പിച്ചു. ആത്മീയമായി ജീവിപ്പിച്ച് നിങ്ങളെ ആരാക്കി തീർത്തു? ദൈവ മകനാക്കി, മകളാക്കി, ദൈവ പൈതലാക്കി തീർത്തു. ആ അനുഭവത്തിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതാണ് വീണ്ടും ജനനം. ദൈവത്തിന്റെ മാത്രം പ്രക്രിയ, ദൈവത്തിന്റെ മാത്രം ഡ്യൂട്ടിയാണ്. അത് ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന, മനുഷ്യനകത്ത് യാതൊരു പാട്ടുമില്ല. പക്ഷേ ആ വീണ്ടും ജനനം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വിശ്വാസവും മാനസാന്തരവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആ വീണ്ടും ജനന ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തെടുക്കാനായിട്ട് കഴിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച ഒരു ദിവസമല്ലേ? ആ ദിവസം നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ ദിവസമാണ്. സ്തോത്രം. നമ്മുടെ പാപം മോചിക്കപ്പെട്ട, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ, ദൈവത്തിന്റെ മക്കളാക്കി ദൈവം നമ്മളെ അംഗീകരിച്ച, ഹല്ലേലൂയ, നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ നമുക്ക് ലഭിച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനാണ് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഈ വീണ്ടും ജനനത്തിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 വായിക്കുന്നുണ്ട്. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പരീശന്മാരുടെ പ്രമാണിയായിട്ടുള്ള ഒരു മനുഷ്യൻ. യഹൂദന്മാരുടെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. പരീശന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സാദൂക്യർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ശാസ്ത്രിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, എരിവുകാർ, സലറ്റ്സ്, എരിവുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, എസ്സീൻസ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ, ക്രൈസ്തവരുടെയിലൊക്കെ പല വിഭാഗങ്ങളില്ലേ എന്ന് പറയുന്നത് പോലെ യഹൂദന്മാരുടെ പല വിഭാഗങ്ങൾ. ക്രൈസ്തവരുടെ റോമൻ കാത്തലിക്സ് ഉണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മർത്തോമേറ്റ്സ് ഉണ്ട്, CSI ഉണ്ട്, CNA ഉണ്ട്, ജ്ഞാനായ ഉണ്ട്, പെന്തക്കോസ്ത് ഉണ്ട്, ബ്രദറുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങൾ ഉള്ളതുപോലെ ഓരോരുത്തർക്കും ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ പല സെക്സ്, പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? പരീശന്മാരുണ്ടായിരുന്നു, ഫാരസീസ്, പിന്നെ സാദുസീസ് എന്ന് പറയുന്ന ആളുകൾ, സദൂക്യരുണ്ടായിരുന്നു, പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞേ, ശാസ്ത്രിമാരുണ്ടായിരുന്നു, സ്ക്രൈബ്സ്, തിരുവെഴുത്തുകളെ പകർത്തി എഴുതുന്ന ആളുകൾ, ശാസ്ത്രിമാര്, പിന്നെ എരിവുകാരായിട്ടുള്ള ആളുകൾ, പിന്നെ എസ്സൈനിയർ. ഇങ്ങനെ പല വിഭാഗങ്ങൾ യഹൂദന്മാരുടെ ഉണ്ടായിരുന്നു. അതിൽ പരീശന്മാർ, അവര് വേർപെട്ടവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പരീശൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ എന്നാണ്. നമ്മളെയും വേർപെട്ടവർ എന്നാ പറയുന്നേ. സ്തോത്രം. വേർപാട് പാലിക്കുന്ന ആളുകൾ. ഇപ്പം യഹൂദ മതത്തിലൊക്കെയുള്ള പല കാര്യങ്ങളിൽ നിന്നും വേർപെട്ടു വന്ന, തീഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങി തിരിച്ചവരായിരുന്നു പരീശന്മാർ. എന്നാൽ പിൽക്കാലങ്ങളിൽ അവർ ആ അനുഭവത്തിൽ നിന്നൊക്കെ പിന്മാറിപ്പോയി. ആത്മീയ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവര് പിന്മാറി മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി മതഭക്തരായിട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ കപടഭക്തിക്കാരായിട്ട് അവര് പിൽക്കാലങ്ങളിൽ മാറി. കർത്താവ് തന്നെ അവരെ വിളിക്കുന്നത് കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ഹാ കഷ്ടം എന്നാണ്. കർത്താവ് ഏറ്റവും അധികം വെറുത്ത ഒരു കാര്യം കപടഭക്തിയാണ്. സ്തോത്രം. ഒറിജിനലായിട്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കപടഭക്തിക്കാർ. അപ്പൊ പരീശന്മാര് അവർക്ക് നല്ല പല ഗുണങ്ങളുള്ളവർ തന്നെയാണ്. അപ്പൊ അവരിൽ ഒരു പ്രമാണി യേശുവിന്റെ അടുക്കൽ വന്നു. നിക്കോദിമോസ്. രാത്രിയിലാ വന്നേ അല്ലേ? രാത്രിയിൽ യേശുവിന്റെ
അടുക്കൽ വന്നു. യേശുമായിട്ട് സംഭാഷിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തോടുള്ള സംഭാഷണ മധ്യേ യേശു വീണ്ടും ജനനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു, പുതിയ ജനനത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം രാത്രിയിൽ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? സാധാരണ ഒരു വിശ്രമ സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ സംഭാഷിക്കുവാനായിട്ട്, ഒരു വ്യക്തിയോട് സംസാരിക്കുവാനായിട്ട് നല്ല സമയം കിട്ടും. പകലത്തെ തിരക്കുകളിലാണല്ലോ പരീക്ഷന്മാരും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കർത്താവിന്റെ രാത്രി സമയങ്ങളിൽ കൂടുതൽ കർത്താവുമായിട്ട് സംസാരിക്കാം. ഒരു വിശ്രമ സമയമാണല്ലോ എന്ന് കരുതിയായിരിക്കാം ഒരു പക്ഷെങ്കിൽ അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നത്. അല്ലെങ്കിൽ പിന്നെ യഹൂദന്മാരെ പേടിച്ചിട്ടായിരിക്കാം. കാര്യം യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെല്ലാം പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തന്നെ അവരുടെ സിനഗോഗുകളിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൗഖ്യം ലഭിച്ച പലരുടെയും മാതാപിതാക്കൾ യേശുവിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്. പള്ളിഭ്രഷ്ടരാകും, പള്ളിയിൽ നിന്ന് പുറത്താക്കും, അത് പേടിച്ചാണ് അവര് അത് പറയാതിരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ പ്രമാണിയായിട്ടുള്ള ഈ മനുഷ്യൻ അത് പേടിച്ചായിരിക്കാം, ഒരു പക്ഷേ ആരും കാണണ്ട എന്ന് വിചാരിച്ചായിരിക്കാം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ ഒരുപക്ഷെ വന്നത്. അതുമല്ലെങ്കിൽ വേറൊരു ചിന്താഗതി എന്ന് പറയുന്നത്, സാധാരണ യഹൂദന്മാർ ദൈവദിനം സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം രാത്രിയുടെ സമയം ആയിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ ദൈവദിനം സംബന്ധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുവാൻ ഈ മനുഷ്യൻ രാത്രിയിൽ കടന്നു വന്നത്. അങ്ങനെ പല കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഏതാണ് കാരണം എന്ന് വ്യക്തമല്ല. പക്ഷേ ആ സംഭാഷണ മധ്യേ വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് അവനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല എന്ന് അവനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പുതുജനനം എന്താണ് എന്നൊക്കെ അവൻ കർത്താവിനോട് ചോദിക്കുകയും കർത്താവ് പുതുജനനം എന്താണ്, വീണ്ടും ജനനം എന്താണെന്ന് ആ മനുഷ്യന് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് സാധിക്കും, കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്താ ഇതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വീണ്ടും ജനനം ആവശ്യമാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് എന്താവശ്യമാണ്? വീണ്ടും ജനനം ആവശ്യമാണ്. പിന്നെ ഒരു പുതുജീവിതം പ്രാപിക്കുന്നതിന്, വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പുതുജീവിതം ഉണ്ടാകത്തുള്ളൂ. വീണ്ടും ജനനത്തിലൂടെ ഒരു പുതുജീവൻ നമുക്ക് കിട്ടും. യേശുവിന്റെ ജീവൻ നമ്മിലേക്ക് വരും. സ്തോത്രം. ആത്മീയമായിട്ട് നമ്മൾ ജീവിപ്പിക്കപ്പെടും. അങ്ങനെ ജീവിപ്പിക്കപ്പെട്ട് നമ്മൾക്ക് ഒരു ജീവിതം ഉണ്ടാകും. ജീവൻ ലഭിച്ചവർക്കാണ് ജീവിതം ഉണ്ടാകുന്നത്. പുതുജീവൻ ലഭിച്ചെങ്കിൽ മാത്രമേ പുതിയ ജീവിതം ഉണ്ടാകത്തുള്ളൂ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ്ലീഹ അതിനെ കുറിച്ചാ പറഞ്ഞേ, 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയതിന്റെ ഒരു മോഡിഫിക്കേഷൻ അല്ല പുതിയ ജനനം എന്ന് പറയുന്നത്. പഴയതിനെ ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കി അതിന്റെ കിടക്കെന്ന് മാറ്റി അങ്ങനെ ഒരു അനുഭവമല്ല. ദൈവം തന്നെ നേരിട്ട് ദൈവത്താൽ ചെയ്യുന്ന ഒരു പുതിയ സൃഷ്ടിപ്പാണ് പുതിയ ജനനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പുതിയ ജനനത്തിലൂടെ പുതിയ ഒരു ജീവിതം നമുക്ക് കിട്ടി, പുതിയ ജീവൻ കിട്ടി, പുതിയ ജീവിതം കിട്ടി. പിന്നെ പുതിയതായിട്ട് എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിപ്പ് നമുക്ക് കിട്ടി, നമ്മൾ പുതിയ സൃഷ്ടിയായി. പുതിയൊരു ഹൃദയം നമുക്ക് കിട്ടി, പുതിയൊരു മനസ്സ് നമുക്ക് കിട്ടി, പുതിയൊരു ആത്മാവിനെ നമുക്ക് കിട്ടി. എല്ലാം ദൈവം പുതുതാക്കി. ഇന്ന് പകൽ ദൈവസഭയിലെ ദൈവമക്കളെ, നമ്മുടെ ദൈവം സകലതും പുതുതാക്കുന്ന ദൈവമാണ്. നമുക്ക് ലഭിച്ച പുതിയ പുതിയ അനുഭവങ്ങള് എത്ര ആവേശത്തോടെ ഇതാ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. ഒരു സുവിശേഷം പറയുന്നവന്റെ ആവേശം എന്താ അറിയാമോ? അവന്റെ ആവേശം മറ്റുള്ളവനാരും അറിഞ്ഞിട്ടില്ലാത്ത, മറ്റുള്ളവരാരും പ്രാപിച്ചിട്ടില്ലാത്ത വലിയൊരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. അത് പുതുജനനം എന്നുള്ള കാര്യമാണ്. ലോകത്തിൽ ഒരു മതങ്ങളിലും പുതുജനനം പഠിപ്പിക്കുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എത്രയെന്ന, പുതിയ സൃഷ്ടി എന്നുള്ള ആശയം, പുതിയ സൃഷ്ടിയാകുന്നതിനെ കുറിച്ച് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്ന ഏക മാർഗം ക്രിസ്ത്യാനിറ്റിയാണ്, ദൈവസഭയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ആവേശമാ, പുതുജന്മമുണ്ട്, നീ വീണ്ടും ജനിക്കണം, നീ വീണ്ടും ജനിക്കണം. എന്തുകൊണ്ട് വീണ്ടും ജനിക്കണം? ദൈവരാജ്യ പ്രവേശനത്തിന് അത് ആവശ്യമാ. സ്തോത്രം. മനുഷ്യന്റെ താഴ്ചയുള്ള ഈ പ്രകൃതി കൊണ്ട്, ഈ ജഡശരീരം കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടൊരു പുതുജനനം ആവശ്യമാണ്. പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ അവന്റെ ആത്മീയമായ അനുഭവങ്ങളിൽ നിന്ന്, ആത്മീയമായി മനുഷ്യാനുഭവത്തിൽ നിന്ന് ദൈവനെ ജീവിപ്പിച്ച് പുതിയ ഒരു മനുഷ്യനാക്കി തീർക്കുന്നു. അതിന്റെ പേരത്രേ വീണ്ടും ജനനം.
അതിലൂടെ നമ്മൾ ദൈവഭവനത്തിലെ അംഗമായി തീരുന്നു. ശ്രദ്ധിക്കണേ, നമുക്ക് ദൈവരാജ്യ പ്രവേശനം കിട്ടിയതും നമ്മൾ പുതിയ ജീവിതമുള്ളവരായി തീർന്നതും ദൈവഭവനത്തിലെ അംഗങ്ങളായി തീർന്നതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വീണ്ടും ജനനം ഒരു ചെറിയ കാര്യമാണോ? അല്ല, വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അത് ഒരിക്കലായിട്ട് സംഭവിക്കുന്നതാണ്. അത് ആവർത്തിക്കപ്പെടുന്നില്ല. അത് ഒരിക്കലായിട്ട് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ഉദരത്തിൽ നിന്നുള്ള ജനനവുമുണ്ട്, ഉയരത്തിൽ നിന്നുള്ള ജനനമുണ്ട്. കേട്ടോ ഞാൻ പറഞ്ഞേ, ഉദരത്തിൽ നിന്നുള്ള ജനനമുണ്ട്. നിക്കോദീമോസ് ചോദിച്ചേ, മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമതും ജനിക്കുന്നതിന് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ? സാധാരണ മനുഷ്യന് ആ ഒരു അറിവേ ഉള്ളൂ, ഉദരത്തിൽ നിന്നുള്ള ജനനം. എന്നാൽ യേശു പറഞ്ഞു, വീണ്ടും ജനനം ഉദരത്തിൽ നിന്നുള്ള ജനനമല്ല, അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചവനും എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിച്ചേ മതിയാകൂ. സ്തോത്രം. ഞാൻ വീണ്ടും ജനിച്ച ഒരു മനുഷ്യനാണ്. 86 ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. എന്നാൽ എനിക്ക് ജനിച്ച മക്കൾ ആ കെയർ ഓഫിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന മക്കൾ, അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അവർ പുതിയ ജീവിതമുള്ളവരായി തീരണമെങ്കിൽ, അവർ ദൈവഭവനത്തിലെ അംഗങ്ങളായി തീരണമെങ്കിൽ അവരിലും എന്ത് സംഭവിക്കണം? വീണ്ടും ജനനം സംഭവിക്കണം. സ്തോത്രം. അപ്പൊ വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചാലും സ്തോത്രം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും വീണ്ടും ജനനം പ്രാപിച്ചേ മതിയാകും. അപ്പൊ എന്താണ് രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ? രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷ എന്നൊക്കെ പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. സഹോദരിമാരെല്ലാം മാനുഷിക വശം എന്തായിരുന്നെന്ന് പറഞ്ഞേ? മാനുഷിക വശം മാനസാന്തരം. ഓക്കെ, സഹോദരന്മാരെല്ലാവരും എന്ന് പറഞ്ഞേ അതിന്റെ ദൈവിക വശം വീണ്ടും ജനനം. എല്ലാവരും എന്ന് പറഞ്ഞേ മാനസാന്തരം വീണ്ടും ജനനം. അങ്ങോട്ട് പറഞ്ഞേ മാനസാന്തരം വീണ്ടും ജനനം. ഉറക്കെ പറഞ്ഞേ മാനസാന്തരം വീണ്ടും ജനനം. ഈ 2 കാര്യങ്ങൾ രക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ എങ്ങനെ അറിയാം? വീണ്ടും ജനിച്ചു എന്നൊക്കെ എങ്ങനെ അറിയാം? ഇടയ്ക്ക് അത് ചിലപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. എങ്ങനെ അറിയാം പാസ്റ്റർ? ഇങ്ങനെയൊക്കെയാ അതിന്റെ തിയറി ഇങ്ങനെ. പക്ഷെ എങ്ങനെ നമുക്കത് അറിയാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ പ്രധാനപ്പെട്ട തെളിവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. നമുക്ക് തന്നെ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് നമ്മുടെ അകത്ത് ദൈവം തരും. അതിലൂടെ നമുക്ക് അറിയാം നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. മാത്രമല്ല, നമ്മുടെ കുറ്റബോധം നീങ്ങി നമുക്ക് രക്ഷയുടെ സന്തോഷം ഉണ്ടാകും. വീണ്ടും ജനിച്ചവർക്കൊക്കെ പാപത്തിന്റെ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവരുടെ കുറ്റബോധമെല്ലാം മാറിയിട്ട് ആ കുറ്റബോധത്തിന്റെ ഭാഗത്ത് എന്തോ ഉണ്ടാകും? രക്ഷയുടെ സന്തോഷം ഉണ്ടാകും. ദൈവമക്കൾക്ക് എന്തുകൊണ്ട്? രക്ഷയുമുണ്ട്, രക്ഷയുടെ സന്തോഷമുണ്ട്. ഈ രക്ഷയുടെ സന്തോഷം ചിലപ്പോൾ അങ്ങ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. രക്ഷയുടെ സന്തോഷം ചില സമയത്ത് പോവും. അതെപ്പോഴാ പോകുന്നതെന്ന് അറിയാമോ? അത് പാപം ചെയ്യുമ്പോഴാ പോകുന്നത്. ഈ രക്ഷിക്കപ്പെട്ട സമയത്ത് ഭയങ്കര സന്തോഷം, സഭയിലൊക്കെ പോകാൻ ഭയങ്കര ഉത്സാഹമാ. സ്വത്രം ഹല്ലേലൂയ ബ്രദറേ, പ്രൈസ് ദി ലോർഡ്, താ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളെ പിന്നെ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ വീണ കോഴി വിട്ടിരിക്കുന്ന കണ്ടുണ്ടോ? അല്ലേ? വണ്ടി കയറി ചാണകം പോലെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞ് ഈ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ അല്ലേ? എത്ര വലിയ പ്രസംഗം നടന്നാലും പാലം കുലുങ്ങിയാലും കേളൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങത്തില്ല. ഞാൻ ഡീസന്റ് ആയിട്ടിരിക്കുക അല്ലേ? ആട്ടുകല്ലിന് കാറ്റടിച്ച് അതം കണ്ടു കുലുങ്ങും അല്ലേ? ഭയങ്കര മറ്റേ പ്രൈസ് ദി ലോർഡ് ഇത് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ലേ? ഉപവാസ പ്രാർത്ഥന ചെയ്യുന്ന കൂട്ടായ്മയാ. ഭയങ്കര സന്തോഷം. എന്താ അറിയാം? രക്ഷയുടെ സന്തോഷമാ. ഭയങ്കര സന്തോഷമാ, ആനന്ദമാ. ഇത് സ്വർഗീയ സന്തോഷമല്ലേ? ആ ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടി കർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഇന്നത് പാടുമ്പോഴോ ആനന്ദമേ അല്ലേ? ഇന്ന് നമ്മുടെ സന്തോഷം പോയില്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഈ ഉപ്പ് കാരമില്ലാതെ പോയാ പിന്നെ എന്തുകൊണ്ട് രസം വരുത്താണ്? പിന്നെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ കൊള്ളത്തില്ല. ഉപ്പ് നല്ലതാ, ഇതിന്റെ കാരം പോയാൽ പിന്നെ കൊള്ളത്തില്ല. ഇതിന്റെ കാരം എങ്ങനെ പോകുന്നതെന്നറിയാമോ? ഉപ്പിന്റെ കാരം പോകുന്നത്
അത് ഈ ഈ മറ്റു വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം നിമിത്തം. ഈ കാറ്റും വെയിലും മഴയൊക്കെ കൊണ്ട് പണ്ടൊക്കെ ഉപ്പിച്ചൊക്കെ കടയ്ക്ക് പുറത്തൊക്കെ ഇട്ടിരുന്നു, എന്നാലും മറച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അത് ഈ കാറ്റും വെയിലും ഒക്കെ അടിച്ച് ഈ പ്രകൃതിയുമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് അത് മിങ്കിള് ചെയ്ത് പല രാസപ്രക്രിയകൾ അതിൽ നടന്നു കഴിയുമ്പോൾ ഇതിന്റെ ആ ലവണം അങ്ങ് പോകും. രുചിപ്പിക്കാനുള്ള, പ്രിസർവ് ചെയ്യാനുള്ള ഇതിന്റെ ആ ഗുണങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നഷ്ടപ്പെടാൻ അറിയാമോ? മറ്റു പലതുമായിട്ടുമുള്ള സമ്പർക്ക നിമിത്തം. എന്തുവാ? മറ്റു പലതുമായിട്ടുള്ള സമ്പർക്ക നിമിത്തമായിട്ട് ഇതിന്റെ ആ ലവണങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. അന്നേരമായി ഇത് കാരമില്ലാത്തതായി, ഇത് ഗുണമില്ലാത്തതായി, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതാ ഈശ്വർ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ശ്വാസി രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ നല്ല കാരമുള്ളവനാ, അല്ല ഉഷാറാവനെ, പാവമൊന്നും ചെയ്യുന്നില്ല. പിന്നെ പിന്നെ അവൻ ചെറിയ ചെറിയ പാവങ്ങളായി, ചെറിയ ചെറിയ കള്ളത്തരങ്ങളായി, അത് പിന്നെ വിശുദ്ധ കള്ളങ്ങളായി, അല്ലേ? പണ്ട് ഉപേക്ഷിച്ചതിനെയെല്ലാം മറ്റൊരു നിലയിൽ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് നമ്മളതിന് വേറെ പേരുകളൊക്കെ ഇട്ട് നമ്മുടെ കൂടെ അതിനെ കൊണ്ടു നടന്ന് അത് ലാസ്റ്റിൽ നമ്മുടെ ആ കാരത്തെ നഷ്ടപ്പെടുത്തിക്കളെ. അങ്ങനെയാണ് നമ്മുടെ രക്ഷയുടെ സന്തോഷം അങ്ങ് പോയത്. പണ്ടൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി, നമ്മുടെ അസ്വസ്ഥത, നമുക്കിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് പിന്നെ ഭയങ്കര പ്രയാസം, പിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പാടാൻ പറ്റത്തില്ല, മുഖം തന്നെ മാറും. ഹൃദയത്തിന്റെ കണ്ണാടിയല്ലേ മുഖം തന്നെ മാറും. അറിയാം എന്തോ ഒരു ഭാരം ഉണ്ടല്ലോ, ഒരു വിഷമം നമുക്ക് ഒന്നര തൊട്ട്. എന്നാൽ അതിനൊരു ക്രമീകരണം വരുത്താതെ മുമ്പോട്ട് പോയാൽ ഇതങ്ങ് തഴമ്പിക്കും, നമ്മുടെ മനസാക്ഷി അങ്ങ് തഴമ്പിക്കും. മനസാക്ഷി ഒരു കോടതിയാണല്ലോ, സുപ്രീം കോടതിയെക്കാട്ടിലും വലിയൊരു കോടതി മനുഷ്യനിൽ വെച്ച അധികം മനുഷ്യനെ സൃഷ്ടിച്ചേ. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കോടതി ആ മനുഷ്യന്റെ കോൺഷ്യൻസ്, മനസാക്ഷി. എന്നാൽ ഇത് തഴമ്പിച്ചു, മലിനപ്പെട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ഏറ്റുപറയാത്ത പാവങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോ പിന്നെ മനസാക്ഷി തഴമ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നും ഒരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ ഒന്നും തോന്നത്തില്ല. പിന്നെ അങ്ങ് പിടിവാശിക്കാരനായി, പിന്നെ അങ്ങ് മത്സരിയായി, അങ്ങ് താന്തോന്നിയായി, ആർക്കും കീഴടങ്ങാത്തവനായി, ആരെ അനുസരിക്കാത്തവനായി. ചില ഒറ്റയാന്മാരായിട്ട് ഈ കാട്ടിലൊക്കെ വയനാട്ടിൽ നിന്നവർക്ക് അറിയാം, അവിടുത്തെ ചില ഒറ്റയാന്മാരുണ്ട്, ഒറ്റയ്ക്ക് നടക്കുന്ന ആനകൾ. അവർക്ക് പിന്നെ വേറെ ആരെ അനുസരിക്കും. ഇങ്ങനെ മനുഷ്യൻ പോകുന്നതിന്റെ കാര്യം അവന്റെ സംഭവം, ലോകത്തിന്റെ സമ്പർക്കം, പാപവുമായിട്ടുള്ള അവന്റെ ബന്ധം, പാപത്തെ കൂടെ കൊണ്ടു നടക്കുക. അങ്ങനെ രക്ഷയുടെ എന്തോ അങ്ങ് പോവും, സന്തോഷം അങ്ങ് പോവും, രക്ഷയുടെ ആനന്ദം അങ്ങ് പോവും. ദാവീദിന് അങ്ങനെ പോയി, അല്ലേ? സ്വതന്ത്ര പുതിയ നിയമത്തിലെ ഒരു രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ പോലും പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞു. അത് പോയി. എപ്പോ പോയി? പാപം ചെയ്തപ്പോ അതങ്ങ് പോയി. പാപം ചെയ്യുമ്പോൾ രക്ഷയുടെ സന്തോഷമൊക്കെ പോവും. ആ സന്തോഷമൊക്കെ അങ്ങനെ പാപത്തിൽ വീണാൽ അതൊക്കെ നമ്മൾ മടക്കി എടുത്തോളണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ലെന്ന് അവർ പറയുന്നേ, പാപം ചെയ്യുന്നില്ലെന്നാ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്ന അർത്ഥം. പാപത്തിൽ അവൻ തുടരുന്നില്ലെന്നാ. കുട്ടികളെ പക്ഷെ അങ്ങനെ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പാപം ചെയ്യാത്ത, ഒരു വെള്ളം പോലും പറയാത്ത, ഒരു ദുർച്ഛന്ത പോലും പറയാത്ത ആരെങ്കിലും അങ്ങനെ ആരുമൊന്നുമില്ല. അങ്ങനെ ആരുമില്ല. എല്ലാ മനുഷ്യനും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ജയിക്കുന്നവരായിരിക്കണം നമ്മൾ. അതിനെ ജയിക്കാനാ ഈ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നേ. പരിശുദ്ധാത്മാവിനെ തനിക്ക് ഗ്ലോറി ഹല്ലേലൂയ പറയാൻ വേണ്ടി മാത്രമൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ജയജീവിതത്തിന് വേണ്ടിയാ. നിനക്കിവിടെ പോരാട്ടങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, ആസക്തികളുണ്ട്, വെല്ലുവിളികളുണ്ട്. പലതും നിന്നെ അട്രാക്ട് ചെയ്യും, പലതിന് മനസ്സിലൂടെ കടന്നു വരും, പലതും ചെയ്യണമെന്ന് തോന്നലുണ്ടാകും. പക്ഷെ അതിനെ ജയിക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും എന്താ വരും? ബോധം വരുത്തുമെന്ന്. ബോധം കെടുത്തുമെന്നല്ല, ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ ബോധക്കേടല്ല, ബോധം വരിക. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരുത്തിൽ വന്നാൽ പിന്നെ മോനെ അത് തെറ്റ് ഇത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കണ്ട. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട, ഇന്നാ പറഞ്ഞു കൊടുക്കണ്ടേ. മോനെ അത് ചെയ്യലടാ, ഇത് ചെയ്യലടാ, മറ്റേത് പാപമാണ്, ഇത് പാപമാടാ, മോളെ എടാ ഇങ്ങനെ ഇങ്ങനെ പറയാം. ഇന്നത്തെ ആ വീണ്ടും ജനനം ഒന്നും അങ്ങോട്ട് ശരിയായിട്ടുള്ള ജനനമാകുന്നില്ല. പണ്ടൊക്കെ ഒരുത്തൻ വീണ്ടും ജനിച്ചാൽ അറിയാം, പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അറിയാം. ആഴമായൊരു പാപബോധം ഉണ്ടാവും, ഒരു കുറ്റബോധം ഉണ്ടാവും, ദൈവസ്ഥനിൽ ഒരു ഭയം ഉണ്ടാവും, അല്ലേ? നാലുപേരോട് അവനങ്ങ് പറയും, ഞാൻ വീണ്ടും ജനിച്ചു, ഭയങ്കര സന്തോഷം. ഇന്ന് അങ്ങനെ ഒരു ജനനത്തിന്റെ ഒരു അനുഭവം കാണുന്നില്ല. സ്തോത്രം. ഇന്ന് പണ്ട് ചെയ്ത പലതും മറ്റൊരു നിലയിൽ ഇന്ന് നമ്മൾ കൂടെ കൊണ്ടു നടക്കുക. ഞാൻ എന്റെ പ്രസംഗങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്,
ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പാപപ്രവൃത്തികളുണ്ട്. ചിലതൊക്കെ ഞാൻ പറയും സോദരം. അതൊക്കെ നമ്മൾ വേറൊരു പരുവത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് സോദരം. അതൊക്കെ അങ്ങനെ നമ്മുടെ ഈ കാലം നഷ്ടപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉദാഹരണം പറഞ്ഞാൽ സിനിമ കാണത്തില്ലായിരുന്നു. സിനിമാ കോട്ടയിലൊക്കെ പോയി പണ്ടൊക്കെ സിനിമാ കോട്ടൊക്കെ മാറ്റിനി, നൂൺ ഷോ, മാറ്റിനി എന്നൊക്കെ പറഞ്ഞില്ലേ, സിനിമാ പിള്ളേർക്കുന്ന തരത്തിൽ സിനിമാ കോട്ടയിൽ പോയി സിനിമ കാണുവാൻ. ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിക്കുന്നു, പുസ്തകങ്ങൾ കേട്ടു, ഉപവാസ പ്രാർത്ഥന, സ്തോത്രം എല്ലാം പറഞ്ഞ് ദൈവത്തിനെ പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്, വാലല്ല നിന്നെ ആരാക്കാം, തലയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ധൈര്യമാണ്. നമ്മളെ ദൈവം വാലല്ല തലയാക്കിയാകും. പക്ഷെ അന്ന് നമ്മൾ ഉപേക്ഷിച്ച ആ സാധനം നമ്മള് വേറൊരു നിലയിൽ ഇപ്പൊ കൊണ്ടു നടക്കുക. ഇപ്പൊ നമ്മളാരും സിനിമാ കോട്ടയിൽ പോയി സിനിമ കാണത്തൊന്നുമില്ല. പക്ഷെ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യും? ദൈവമക്കളുടെ സിനിമ കാണുന്നവരില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഏതാണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നു. അത് പാപമാണോന്നുള്ള ചിലരൊക്കെ ചോദിക്കണം അല്ലേ. സങ്കീർത്തനക്കാർ പറഞ്ഞ ഒരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ഒരു നീച കാര്യം ഞാൻ എന്റെ കണ്ണിന് മുമ്പിൽ വെക്കില്ല. കണ്ണ് ഹോളിയ, ശുദ്ധ ചെയ്തെന്നൊക്കെ പറഞ്ഞ അതാണ്. പണ്ടൊരു അച്ഛനെ കുറിച്ച് പറഞ്ഞു കേട്ടുണ്ട്. ഒരു ആളുകൾ അതിനെല്ലാം അങ്ങ് ഈ പാപത്തെയൊക്കെ അങ്ങ് ലഘൂകരിക്കും. ഒരു സിനിമാ പോസ്റ്റർ, ഒരു പ്രത്യേക സിനിമാ പോസ്റ്റർ ഇങ്ങനെ പോയി റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. വിശ്വാസിയാ, അൽമാൽ ആരാധിക്കുന്ന കക്ഷിയാ. സിനിമാ പോസ്റ്റർ ഇങ്ങനെ പോയി ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ സമയമൊക്കെ നോക്കിയായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. പടമൊക്കെ കണ്ടുപോയി ഇങ്ങനെ നോക്കിക്കുക. അതിനാ പാസ്റ്റർ അതിലേ വന്നേ. പാസ്റ്റർ ദേവത്തിനോട് അച്ചായോ അസു നേരത്തെ കണ്ടു പുള്ളിയെ നോക്കൊണ്ടിരിക്കുന്നത്, കുറച്ചു നേരം കൂടെ നോക്കൊണ്ടിരിക്കുക. ചോൻ തൊട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രതികരണം പാസ്റ്റർ പറഞ്ഞിങ്ങനെയാണ്. പെട്ടെന്ന് പുള്ളി പാസ്റ്റർ, പുള്ളി എന്ന് മനസ്സിലാ അറിയാം, എൻ്റെ പാസ്റ്ററെ കാലം പോയൊരു പോക്കേ. എന്താ കാലം പോയൊരു എന്ന് പറഞ്ഞാൽ ഞാനിത് നോക്കിക്കൊണ്ട് നിന്നത് ഇങ്ങനെ ചിന്തിക്കരുത്, മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചല്ലോ. മനുഷ്യന്റെ ഒക്കെ ഗതിയെ ഇത്രമാത്രം പാപം നിറഞ്ഞ ലോകത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുപോലും ഇവൻ എന്ത് ചെയ്യുകയാണ്? ഇവനിത് കണ്ടോണ്ട് ഇരിക്കുകയാണ്. പണ്ടിടത്തും പുക വിഴുങ്ങിയെന്നാ പറയുന്നത്. പാസ്റ്റർ ഒരു കൈക്ക് പിടിച്ച പുകയത്തോടുത്ത് പാസ്റ്റർ പിന്നെ ഊതാൻ പറ്റുമോ? മൂക്കി കൂടെ അല്ലേ എന്താ പറയുക? മനുഷ്യന്റെ രീതികളാണ്. അപ്പം ഒരു കാലത്ത് പുറത്ത് പോയി സിനിമ കാണുമായിരുന്നു. തെറ്റായ ജീവിതം നയിക്കുന്ന ആളുകളുടെ അഭിനയങ്ങൾ, പലതിനും കുടുംബമൊന്നുമില്ല, പല ഭർത്താക്കന്മാരോടെ ജീവിക്കുന്ന സ്റ്റാറാന്നൊക്കെയാ പറയുന്നത്. സ്വതന്ത്രം ദുർമാർഗ ജീവിതം നയിക്കുന്ന ആളുകൾ, അവനൊക്കെ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് കണ്ട് രസിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ ഭാര്യയെ കുറിച്ച് ഒരാളൊരു കമന്റ് പറഞ്ഞു, വിശ്വാസികൾ ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. സ്വതന്ത്രം ആ മാർക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇട്ടിട്ടൊന്നും പോരുത്, പുള്ളിക്കാരത്തി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കമന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, സഹോദരന്മാര് ചർച്ചിൽ പുതുതായിട്ട് വന്നൊരു ചർച്ച ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ആന്റി പറയുന്നത് 6:30 കഴിയട്ടെന്ന്. അപ്പം അതിന് അവർക്ക് മനസ്സിലായില്ല എന്താ. അന്നേരം ഒരു പ്രത്യേക സീരിയൽ ഇതിനകത്തുണ്ട്, അമ്മയും മോളും ഇത് സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന. അപ്പൊ അതൊന്ന് കഴിയിട്ട് അച്ഛന്മാരെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ നിലയിൽ ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ്, എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അപ്പം ആ നിലയിലേക്ക് കാര്യങ്ങളും സ്ഥിതികളും മാറ്റപ്പെടുക. വീണ്ടും ജനത്തെ അതുകൊണ്ട് എന്താ തുടങ്ങിയത്? രക്ഷയുടെ സന്തോഷം അങ്ങ് നഷ്ടപ്പെടുകയാണ്. രക്ഷയുടെ സന്തോഷം. നമ്മുടെ വീട് ഹോം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞല്ലേ, ഹോം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെ. അത് ഈ പാട്ട് കേൾക്കുന്ന സാധനമൊക്കെ ആണെങ്കിലും പേര് തന്നെ എന്ത് ഭയങ്കര. പണ്ട് തിയേറ്റർ പുറത്തായിരുന്നു, ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് തിയേറ്റർ. എന്തോ സൗകര്യമാണ്, എന്ത് മാറ്റം വീണ്ടും ജനിച്ചതാൽ അല്ലേ. എന്തൊരു സൗകര്യം അല്ലേ. പണ്ട് ഹോം തിയേറ്റർ ഇല്ല, പുറത്തായിരുന്നു തിയേറ്റർ. ഇപ്പൊ നമ്മുടെ വീടിനകം തന്നെ സിനിമാ കോട്ടയാ. അതൊക്കെ നമ്മുടെ പിള്ളേർ സംസാരിക്കണേ. ഇംഗ്ലീഷ് ചിത്രമൊക്കെ കണ്ട് അതിനകത്ത് തോന്നിയാസങ്ങളും അസഭ്യ വർത്തമാനങ്ങളൊക്കെ, അതൊക്കെ നാളെ എന്നെയൊക്കെ വിളിക്കും. സ്വതന്ത്രം അതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. സ്വതന്ത്രം അപ്പനെ അമ്മയെന്ന് പോലെ ഇരുന്നാ പോരാ. മക്കൾ കാണിക്കുന്ന തെറ്റായ കാര്യങ്ങളെ ശാസിച്ചമർത്താനുള്ള കഴിവ് നമുക്ക് വേണം. ഏലിക്ക് പറ്റിയത് അറിയാമോ? എന്താ ഏലിക്ക് പറ്റിയത്? മക്കൾ ചെയ്യുന്ന തെറ്റിനെ അറിഞ്ഞിട്ടും ശാസിച്ചമർത്തിയില്ല. സ്വതന്ത്രം അതുകൊണ്ട് എന്താ സംഭവിച്ചു? എന്റെ കുടുംബത്തിന്റെ ചരിത്രം വായിച്ചു നോക്കിയ ഒരു പരാജയത്തിൽ അവസാനിച്ചു. ഇത് പേടിയാ, പിള്ളേരെ പേടിച്ച് ജീവിക്കുക. ഞാൻ എൻ്റെ മോനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഞാൻ എന്തിനാ പിന്നെ ജീവിക്കുന്നേ? എൻ്റെ മോനെ പേടിച്ച് ഞാൻ ജീവിക്കണോ? ഞാൻ ജന്മം കൊടുത്ത് ഞാൻ പഠിപ്പിച്ച് കഷ്ടപ്പെടുത്ത് വളർത്തിയ മോനെ എന്നെ തൊട്ടം ചെയ്യുക, പേടിപ്പിക്കുക. അങ്ങനെയാണോ നമ്മുടെയൊക്കെ ജീവിതം വരേണ്ടത്? നമ്മുടെയൊക്കെ മക്കൾ അല്ലേ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ
നടക്കുന്ന വഴിയിലല്ല, ഇത് നടക്കുന്ന വഴിയിലങ്ങ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവനെ ആക്രമിക്കാൻ ചെയ്യും. അതുകൊണ്ട് അവരിങ്ങനെ അത് പറയാൻ പോകുന്നില്ല, പോകുന്ന വഴിക്ക് പോട്ടെന്ന് പറയും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായ ശേഷം അല്ലേ. എന്താ പറഞ്ഞു, അടയ്ക്കാ പരുവത്തിൽ അല്ലേ അല്ലേ മടിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. കമുകായ പിന്നെ കൊണ്ടു നടക്കാനായിട്ട് കഴിയത്തില്ല. പണ്ടൊരു അമ്മ മോനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ 10 മാസം ചുമന്നല്ലേടാന്ന് ചോദിച്ചു. എന്നോട് ചെയ്യാമോടാന്ന് ചോദിച്ചു. 10 മാസം നിന്നെ ഞാൻ ചുമന്നല്ലേടാ. മോൻ പറഞ്ഞു, ഒരു കൊട്ട കൊണ്ടുവച്ച് പറഞ്ഞു, അമ്മ ഈ കൊട്ടക്കകത്തോട്ട് കയറി ഞാൻ 11 മാസം ചുമക്കാന്ന് പറഞ്ഞു. അവന്റെ ചിന്താഗതിക്കുള്ള മാറ്റം. മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യാത്ത തലമുറകൾ വർദ്ധിച്ചു വരിക. പേടിയാ, അധ്യാപകർക്ക് പേടിയാ പിള്ളേരെ അല്ലേ. പണ്ടൊക്കെ അധ്യാപകരെ വല്ലതും പറയുമോ? ഗുരു നിന്നതിനൊക്കെ പറഞ്ഞാൽ ഗുരുശാപം. ഞാനൊക്കെ TC മേടിക്കാൻ പോയപ്പോൾ ഒരു പണ്ടത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു വെറ്റയും ഒരു നാരങ്ങയൊക്കെ വെച്ച് സാറിന്റെ കാൽക്കലൊക്കെ വെച്ചിട്ടാണ് തലയിൽ അസുഖമൊക്കെ മേടിച്ച് അടുത്ത സ്കൂളിലേക്ക് പോകുന്നത്. ഇന്ന് സാറിനെ കരാവ ചെയ്യുക. പണ്ടൊക്കെ സാറുമാരോട് ചോദിക്കണം ഇന്ന് സ്കൂളിന് അവധിയാണെന്ന് അറിയണമെങ്കിൽ. ഇന്ന് സാറുമാർക്ക് പിള്ളേരോട് ചോദിക്കണം ഇന്ന് സമരം വല്ലതും ഉണ്ടോ മക്കളെ, ഇന്ന് അവധി. ആ നിലയിലേക്ക് മാറി. പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അമേരിക്കയിലൊക്കെ പോയാൽ ഇത് നോക്കുമെന്നാ പറഞ്ഞത്, പാട് നോക്കും, പിടിച്ചകത്തിടുമെന്നാ പറഞ്ഞു. ഞാനാ പണ്ട് പ്രസംഗിച്ചു. അമേരിക്കയിൽ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പം ഒരാള് അതിന് ഹാസ്യോട് പറഞ്ഞേ, ഇവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. ഒരു ചെറുക്കൻ പറയുക അല്ലേ, ഇവിടെ അങ്ങനെ എന്ത് നല്ലായിരുന്നു. അവിടെ അടിച്ചാൽ, മക്കളെയൊക്കെ അടിച്ചാൽ പിന്നെ അകത്തു പോകുന്നാ പറയുന്നത്. ശിക്ഷിക്കാൻ പാടില്ല. പല പീഡനമായിട്ടൊക്കെ ചിലപ്പോൾ മാറ്റപ്പെടും. ശിക്ഷിക്കാൻ പറ്റത്തില്ല, പലയിടത്തും ശിക്ഷിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രം. എന്നാൽ അനുസരണത്തിലൊക്കെ നമ്മൾ വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ കണ്ണടച്ചു വിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്രം. സമാധാനത്തോടെ ഇവിടുന്ന് പോകണ്ടേ? പൈസ മതിയോ നമുക്ക്? ഈ സമാധാനത്തോടെ ജീവിക്കണ്ടേ? ദൈവത്തിന് സ്തുതിയോടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വതന്ത്രം. നമ്മൾ ഉത്തരവാദിത്തങ്ങളൊന്നും മറക്കരുത്. അതിനകത്തൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിക്കൊള്ളണം. അത് മുറുകി വരണം. ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ കേടുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം മറ്റൊരു പരുവത്തിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുകയാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചില അച്ഛന്മാര് ഷാപ്പിൽ പോയി കുടിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഷാപ്പിലൊന്നും പോയി കുടിക്കത്തില്ല, പിന്നെ വീട്ടിൽ കൊണ്ടുവന്നേ കുടിക്കും. ചിലർ പ്ലെയിനിൽ പോകുമ്പോഴാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പേടിച്ചത് നോക്കുന്നത്, ഈ വെള്ളമൊക്കെ ഇത് എന്താ സംഭവം എന്നൊക്കെ അറിയാം. നമ്മൾ അബദ്ധത്തിൽ എല്ലാം പെട്ടുപോയി. അബദ്ധം സംഭവിച്ചാൽ പിന്നെ എന്താ, അതിനൊന്നും പറയാൻ പറ്റത്തില്ല. നോയെങ്കിലും ഉള്ളതിനാണല്ലോ ഈ സിന്നെന്നൊക്കെ പറഞ്ഞത് അല്ലേ. ഓക്കെ, പണ്ട് ഷാപ്പിൽ പോയി കുടിക്കുമായിരുന്നു, ആടി നടക്കരുത്. ഇപ്പൊ ആടത്തൊന്നുമല്ല, വീട്ടിലിരുന്ന് രഹസ്യമായിട്ട് കുടിക്കും. പിന്നെ ഭാര്യയെ ഭീഷണിപ്പെടുത്തും. ഭാര്യയും പിന്നെ ഒത്തോറിറ്റിയും ആണെങ്കിൽ അല്ലേ, പിന്നെ പറയണത് പല ആണുങ്ങളും നശിക്കാൻ കാര്യം പെണ്ണുങ്ങളാണ്. അതിന് കൂട്ടു നിൽക്കും. അനന്യാസും സഭയിൽ അച്ഛനോട് കൂട്ടു നിന്നിട്ടല്ലേ അങ്ങനെ പറ്റിപ്പോയത്. അച്ഛൻ കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛാ തെറ്റാണെന്ന് പറയണം. സഭയിൽ അച്ഛൻ ഒരു ശബ്ദം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് അച്ഛാ അത് ശരിയല്ല, അത് തെറ്റാന്ന്. അച്ഛാ ശരിയാ, ഇച്ചൂടെ അച്ഛാ അങ്ങനല്ലായിരുന്നു പറയണ്ടേ, ഇങ്ങനെ ആയിരുന്നു എന്ന് പറയിപ്പിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെടും. കുടുംബങ്ങളൊക്കെ തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കരുത്. നമ്മുടെ ഭവനങ്ങളൊക്കെ ആത്മീകമായി പണിയപ്പെട്ടേ പറ്റത്തുള്ളൂ. കർത്താവ് വരും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ തലമുറകളുടെ കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. നമ്മുടെ കുടുംബത്തിന്റെ അക്കൗണ്ടബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാണ്, കർത്താവിനെ കരമുയർത്തി സ്തുതിച്ചാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അറിയാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഗുണ്ടയായിരുന്നു, റൗഡിയായിരുന്നു. ഇവിടെ വെളിയിൽ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞോ ഇവിടെ ചർച്ചിനകത്ത് കമ്മിറ്റിയൊക്കെ വരുമ്പോൾ വെളി അങ്ങ് റൗഡിയാവും. ആർക്കും പിന്നെ കീഴാക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. റൗഡിയാവുകയാണ്. ഭയങ്കര കോപമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പൊ പിന്നെ പുറത്ത് നാട്ടുകാരോടൊന്നും കോപിക്കത്തില്ല. ഇപ്പൊ പിന്നെ ഭാര്യയോടും മക്കളോടും പാസ്റ്ററോടും വിശ്വാസത്തോടും ഒക്കെ എന്ത് ചെയ്തുള്ളൂ, ഒരു മാറ്റമില്ല. ഒന്നിനൊരു മാറ്റമില്ല. തഴമ്പിക്കുക, ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിക്കുക. രൂപാന്തരം ഉണ്ടാകത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, രൂപാന്തരം. ഈ വീണ്ടും ജനനത്തിലൂടെ എന്ത് സംഭവിക്കണം എന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം. അതിനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്ന് അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിലാക്കി ആറാടിപ്പിച്ച് വിടാൻ വേണ്ടിയല്ല ദൈവം വീണ്ടും ജനിപ്പിച്ചത്. വീണ്ടും ജനിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീർന്ന് ദൈവരാജ്യത്തിൽ ഉയർത്തേണ്ടതിന് വേണ്ടിയാ. രക്ഷയുടെ സന്തോഷമൊന്നും കളയരുത്. പാപത്തിൽ വീഴുമ്പോഴാണ് രക്ഷയുടെ സന്തോഷമൊക്കെ പോകുന്നത്. നമ്മുടെ മാനസാന്തരമൊക്കെ കറക്റ്റ് ആയിരിക്കണം. വിശ്വാസ ജീവിതം ക്ലിയർ ആയിരിക്കണം. പണ്ടൊരു കള്ളൻ മാനസാന്തരപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിക്കാഗോയിൽ ഒരു ഉണർവ് നടക്കുമായിരുന്നു. ചിക്കാഗോയിൽ ഒരു കള്ളൻ, നിങ്ങൾ ഉറങ്ങാവിട്ടിരിക്കണമല്ലോ, ഉറക്കം വരുന്നുണ്ടോ ആർക്കാരും?
ചിക്കാഗോയിലെ ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു. ഭയങ്കര ഉണർവ്യോഗം നടക്കുക. എല്ലാവരും എഴുന്നേറ്റ് പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഒരു കള്ളനും കൂട്ടത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു കള്ളനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കര ചിന്തനീയമായിട്ട് തോന്നി. അവൻ പറയാണ്, ഞാൻ ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാക്ക് ഗോതമ്പ് മോഷ്ടിച്ചിട്ടുണ്ട്. അത് തെറ്റായിപ്പോന്ന് എനിക്കറിയാം. ദൈവമക്കളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ പാവത്തെക്കുറിച്ച് ഏറ്റു പറയുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി. ഭയങ്കര സന്തോഷം. ഒരു കള്ളൻ രക്ഷിക്കപ്പെട്ടതല്ലേ. അപ്പം ആ സാക്ഷ്യം കേട്ടിട്ട് വേറൊരു അച്ഛൻ അടുത്ത് എഴുന്നേറ്റ് പറഞ്ഞു, ദൈവമക്കളെ, എന്റെ കടയിൽ നിന്നാണ് ഗോതമ്പ് മോഷണം പോയിരിക്കുന്നത്. പക്ഷെ ഒരു ചാക്ക് പോയിട്ടില്ല, അരച്ചാക്കേ പോയിട്ടുള്ളെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ ഒരു ചാക്ക് പോയെന്ന്. ഉടനെ ഈ കള്ളൻ വീണ്ടും എഴുന്നേറ്റ് പറയാണ്, ദൈവമക്കളെ, അത് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ രാത്രിയിലാണ് അരച്ചാക്ക് കൊണ്ടുപോയത്. ഞാൻ ഇന്ന് പോകുമ്പം അരച്ചാക്കൂടെ കൊണ്ടുപോകും. അത് രണ്ടും കൂടെ ചേർത്താണ് ഞാൻ ഒരു ചാക്ക് ഗോതമ്പ് മോഷ്ടിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അല്ലേ, അഡ്വാൻസ് ആയിട്ട് അവനത് പറഞ്ഞാണ്. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അരച്ചാക്കേ മോട്ടിച്ചുള്ളൂ, പക്ഷെ അവൻ അടുത്ത ദിവസം അരച്ചാക്കൂടെ മോട്ടിക്കും. അതുകൊണ്ട് അവൻ ഒരു ചാക്ക് മോട്ടിച്ചൊന്നും അഡ്വാൻസ് ആയിട്ട്. ഇങ്ങനെയാ മാനസാന്തരം. ഈ മാനസാന്തരം ഒന്നും ശരിയായിട്ടുള്ള മാനസാന്തരം ഒന്നുമല്ല. നമ്മുടെ സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വീണ്ടും ജനനം ശരിയായ അനുഭവത്തിലേക്ക് വരണം. അപ്പൊ വീണ്ടും ജനിച്ചെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ മരിക്കാൻ സമയത്തൊക്കെ വെപ്രാളം ഉണ്ടായിരുന്നു. ഹലോ, ഈ ആരോഗ്യവും ഈ കാഴ്ചശക്തിയും ഈ ഡോളറും ഈ നമ്മുടെ ഈ പണവും നമ്മുടെ സമ്പത്തും പിള്ളേരും ഒന്നും ഈ മരണത്തിൽ നമ്മുടെ കൂടെ വരത്തില്ല. ആ സമയത്തൊക്കെ വെപ്രാളപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര വെപ്രാളമാണ് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച്. ചില അമ്മച്ചിമാരോട് പറയുന്നത്, വാസങ്ങളെ, മോനെ, നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ മതിടാ, എങ്ങനെയും കർത്താവ് വന്നാൽ മതി. ഞാൻ ഇത്ര വലിയ പ്രത്യാശ ഉണ്ടെന്നല്ല ഈ കഷ്ട നിമിത്തം പറയുന്ന, വീട്ടിലെ പ്രശ്നങ്ങൾ നിമിത്തം എങ്ങനെയും അങ്ങ് പോയാൽ മതി എന്നുള്ള അങ്ങനെയും പറയുന്ന ആളുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഒരു ഭാരം ഉണ്ടാകരുത്, പേടിക്കരുത്. മരണം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നും അല്ല കേട്ടോ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസ്ഥയാ മരണം. ആ വേർപെട്ടിട്ട് എങ്ങോട്ടാ പോകുന്നേ? ചെറുപറഞ്ഞ വലിയ കുഴിയിലോട്ട് പോകുന്നതും ഭീതി ഉണ്ടെന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പം അവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകരുത്. നിന്റെ വീണ്ടും ജനനം ക്ലിയർ ആണെങ്കിൽ, നീ ഒരു ദൈവത്തിനുള്ള ബോധ്യമുണ്ടെങ്കിൽ നിനക്കിതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ വിശ്വസിക്കുന്ന കർത്താവ് സഭയുടെ നാഥൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള കവചങ്ങൾ അതിനെ ജയിക്കില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവാണ് നമുക്ക് ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, വീണ്ടും ജനനത്തിലൂടെയാണ് ഒരാൾ ദൈവസഭയുടെ അംഗം. വീണ്ടും ജനിച്ചാൽ അറിയാം അവന് രക്ഷയുടെ ഒരു സന്തോഷം നമുക്കുണ്ടോ. ആ സന്തോഷം, പണ്ടത്തെ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകലിലുണ്ടോ? ആ ആനന്ദം ഉണ്ടോ? ആ വചനം വായിക്കുന്ന അന്ന് വചനം വായിച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളായിരുന്നു, പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങത്തുന്നു. എത്ര ദിവസങ്ങളായി കാണും ചിലപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട്. എത്ര ദിവസമായി കാണും ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഈ പണ്ടൊക്കെ ഒരു കുറ്റം നമുക്ക് തോന്നിയാൽ പോയി അങ്ങ് പറയായിരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ സ്കൂളിൽ ഉപദ്രവിച്ച പിള്ളേരെയൊക്കെ ഉണ്ട്. എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊരുത്തൻ്റെ തലയെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി അവനെ എഴുത്തൊക്കെ അയച്ച്, അവൻ്റെ വീട്ടിൽ പോയില്ല, അവൻ്റെ വീട്ടിൽ നിന്ന് എഴുത്തൊക്കെ അയച്ച് അവനോട് ക്ഷമ ചോദിച്ചു. രക്ഷിക്കപ്പെട്ടു. എൻ്റെ ആ തീഷ്ണതയാണ്, അന്നത്തെ ആ എരിവാണ്. സ്വതന്ത്രം. ആ എരിവ് എനിക്ക് ഇന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണ്ടേ. എൻ്റെ വീട്ടിൽപ്പെട്ടവര് അയൽവക്കത്തെ വീട്ടുകാരായിട്ട് പിണങ്ങിയ വീട്ടുകാരുടെ വീട്ടിലെല്ലാം ഞാൻ കയറി ചെന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരം സ്നാനപ്പെട്ടിരിക്കുക, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കുഴപ്പങ്ങളെല്ലാം അവനും തിരിച്ചു ചെയ്തിട്ടൊന്നുമല്ല, നമ്മളങ്ങ് ചെയ്യുക. അതാണ് സത്യത്തിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ പിന്നെ പക വരത്തില്ല, പിണക്കം വരത്തില്ല. ഇങ്ങനൊരു അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മുടെ വീണ്ടും ജനനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷയുടെ സന്തോഷം വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകും. പിന്നെ ദൈവത്തിന് വേണ്ടി, അവന്റെ വചനത്തിന് വേണ്ടി ഒരു ആഴമായ സ്നേഹം, ഒരു പുതിയ സ്നേഹം ഉണ്ടാകും. ദൈവത്തിനെ കേൾക്കാൻ ഒരു ഭയങ്കര ആവേശമായിരിക്കും. ഇന്ന് ആൾക്ക് പ്രസംഗം എങ്ങനെയാണെങ്കിൽ നിർത്തിയാൽ മതിയാണ് അല്ലേ. എനിക്ക് എപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ ഇടയാകും, എപ്പോൾ ദിവസത്തിൽ വരാൻ ഇടയാകുന്നുള്ളത് നേരെ തിരിച്ച് എപ്പോൾ അവസാനിക്കാൻ ഇടയാ അല്ലേ. ചില ആളുകൾ യോഗത്തിന് സ്കോർ എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്, എത്ര ഗോൾ അടിച്ചെന്നൊക്കെ. ചില ഭാഷന്മാരുണ്ട് അവയെ കൂടെ നോക്കും, ഇന്ന് അടിച്ചോ എന്ന് ഇങ്ങനെ പ്രസംഗിച്ചിരിക്കുമ്പോൾ തന്നെ. വിജയൻ അല്ല, ആരാ അവൻ ഗോൾ അടിച്ചോ, റൺസ് അടിച്ചോ, പാകിസ്ഥാനാണോ ജയിച്ചത്, ഇന്ത്യയാണോ ജയിച്ചത് അല്ലേ. മനുഷ്യന്റെ ആ ദൈവദിനത്തോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുക. യോഗത്തിനും കൂട്ടായ്മയ്ക്കും വരത്തില്ല. ബൈബിൾ ക്ലാസ്സിന് എത്ര പേര് വന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യാം. സാധാരണ ബൈബിൾ ക്ലാസ് ഒന്നും ആൾ വരത്തില്ല. ഉപവാസ പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടും. ഉപവാസ പ്രാർത്ഥന ആളുകൾ ചെന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിനകത്ത് പരിഹരിക്കപ്പെടുമെന്നാണ്. അങ്ങനെയൊന്നും പരിഹരിക്കപ്പെടത്തില്ല. അങ്ങനെ പെടാനായിരുന്നെങ്കിൽ എന്നേ പെട്ടനേലോ. ഹലോ ഹലോ, ഉണ്ടോ ഇവിടെ ആളുകൾ? വഞ്ചിക്കപ്പെടരുത്. അങ്ങനൊന്നും കർത്താവിനെ കളിപ്പിക്കാമെന്നും ആരും വിചാരിക്കേണ്ട. വീണ്ടും ജനനം ശരിയാക്കാതെ
ക്രിസ്തീയ ജീവിതത്തെ ശരിയാക്കാതെ ദൈവം ഒരു അനുഗ്രഹം തരുമെന്ന് വിചാരിക്കണ്ട. എനിക്ക് വിശ്വാസികളെ വഞ്ചിക്കരുതെന്നൊരു ആഗ്രഹക്കാരൻ. എന്നെ ചിലരൊക്കെ അതുകൊണ്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. സ്വതന്ത്രം എനിക്ക് ഒരാളെ കളിപ്പിക്കരുതെന്ന് ഭയങ്കര നിർബന്ധം. എന്റെ വിശ്വാസിയെ കളിപ്പിക്കാൻ പാടില്ല. അവൻ പിന്നെ ചോദിക്കരുത് അങ്ങനെ ആയല്ല പറഞ്ഞിട്ട് എന്താ വാസന ഇങ്ങനെ ആയെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് എന്റെ കാര്യം പഠിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ദൈവം അനുഗ്രഹം തരത്തില്ലെന്ന് പറയുന്നവനല്ല. ദൈവം അനുഗ്രഹിക്കും, ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നിറവേരുത്. പക്ഷേ നമുക്ക് പറയാൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തോണം. നിന്റെ വീണ്ടും ജനനത്തെ കുറിച്ച്, രക്ഷയുടെ സന്തോഷത്തെ കുറിച്ച്, വചനം കേൾക്കാനുള്ള താല്പര്യത്തെ കുറിച്ച് ഒക്കെ ദൈവം ഒന്ന് നോക്കുമ്പം അതിനകത്തൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം. ആരാധനയോടൊരു താല്പര്യം, പ്രാർത്ഥനയോടൊരു താല്പര്യം, കൂട്ടായ്മയുടെ ഒരു താല്പര്യം. ഈ യോഗമൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത് ശ്രദ്ധിച്ചു വരുന്നേ ഉള്ളൂ. TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എത്ര സമയമുണ്ട്? ഇതൊരു മുഷിച്ചിലായിട്ട് തോന്നുന്നവരുണ്ട്. ഇതൊക്കെ ഉള്ളൂ നിത്യതയ്ക്കുള്ള കാര്യമെന്ന് അവർക്കറിയത്തില്ല. ഇതൊക്കെ ഉള്ളൂ. ലോകത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിന്റെ പുറകെ വരത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളൊക്കെ അതിന്റെ പ്രതിഫലങ്ങളൊക്കെ പുറകെ വരും. അതുകൊണ്ട് ദൈവജനത്തോടും ദൈവിക കാര്യങ്ങളോടും ഒരു താല്പര്യം ഉണ്ടാകണം. പ്രാർത്ഥന, വീണ്ടും ജനിച്ചവന് പ്രാർത്ഥന ഒരു അനുഭൂതിയായിട്ട് മാറും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബോറിംഗ് അല്ല, പ്രാർത്ഥന ഒരു അനുഭൂതി, പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണത. ചിലരൊക്കെ അങ്ങനെയാണ്, അവർക്ക് വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്. പ്രാർത്ഥന ഒരു ആനന്ദം, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. സ്വതന്ത്രം പ്രാർത്ഥന വീണ്ടും ജനനത്തിന്റെ ഒരു സന്തോഷമാണത്. വീണ്ടും ജനിച്ചതിന്റെ ഒരു ലക്ഷണം കൂടെയാണത്. പിന്നെ വിശുദ്ധമായിട്ട് ജീവിക്കാനുള്ള താല്പര്യം, അശുദ്ധിയിൽ നിന്ന് മാറി ഇന്നലെ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. വീണ്ടും ജനിച്ചതുകൊണ്ട് ഒരു പാപം ചെയ്യാൻ കഴിയുന്നില്ല, പാപത്തിൽ തുടരുന്നില്ല, പാപത്തിൽ കട്ടിലിട്ടവൻ കിടക്കുന്നില്ല. വീണ്ടും ജനിച്ച ഒരുവൻ ഒരു ആട്ടിൻകുട്ടിയെ പോലാണെന്നാ പറയുന്നത്. ചെളിയിൽ വീണ ഒരു ആട്ടിൻകുട്ടി എന്തായിരിക്കും അതിന്റെ സ്ഥിതി അല്ലേ? അത് ചാടി എഴുന്നേറ്റ് അതിന്റെ ദേഹത്ത് പറ്റിയിരിക്കുന്ന അഴുക്കുകൾ മരത്തിലോ ഭിത്തിയിലോ എവിടെയെങ്കിലും ഇട്ട് അതിനെ ഉറച്ച് അതിനത് ക്ലിയർ ആക്കിയെങ്കിലേ അതിനൊരു സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അല്ല, പൂച്ചയെ കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ടല്ലോ പൂച്ചകളൊക്കെ. ഓക്കെ, എന്നാ ഒരു പന്നിയോ? ഒരു പന്നി ചെളിയുടെ അങ്ങനെ ആയിരിക്കും അവന്റെ സ്ഥിതി. അത് വീണ്ടും അതിനെ കൊണ്ടുവന്ന് നമ്മൾ കുളിപ്പിച്ച് മെത്തേ കിടത്തിയാലും അല്ലേ, അത് വീണ്ടും ചെളിയിലേക്ക് തിരികത്തുള്ളൂ. ഇതാണ് ഈ രക്ഷിക്കപ്പെട്ടവനും പെടാത്തതും നമ്മളൊരു വ്യത്യാസം. അപ്പൊ വീണ്ടും ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല, പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല, പാപം അവനൊരു ശീലമാക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും ഒരു പാപം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ പശ്ചാത്തപിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയും. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കും, കഴുകൽ പ്രാപിക്കും. അങ്ങനെ ഓരോ ദിവസവും കഴുകൽ പ്രാപിക്കണം. ഓരോ ദിവസവും കഴുകൽ പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നമ്മുടെ മരണമോ കർത്താവിന്റെ മടങ്ങി വരവോ ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങൾ ജീവിതത്തിൽ കാണരുത്. എല്ലാ സന്ധ്യയിൽ കിടക്കുന്നതിന് മുമ്പ് ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തെ അങ്ങനെ നമ്മൾ ക്ലിയർ ആക്കി മുമ്പോട്ട് പോകണം. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പൊതുവീക്ഷണം മാറും. വീണ്ടും ജനിച്ച ലക്ഷണമാണ്. ജീവിതത്തിന്റെ പൊതുവീക്ഷണം അങ്ങ് മാറും. ഇതുവരെ നമ്മുടെ ചിന്താഗതി നമുക്ക് വേണ്ടിയുള്ള ചിന്താഗതിയായിരുന്നു. സെൽഫ്, സ്വയത്തെ കുറിച്ചുള്ള ചിന്താഗതി. എനിക്ക്, എന്റേത്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ ഒരു ചിന്താഗതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. അപ്പൊ സ്വയത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഗോഡ് സെന്റേർഡ് ആയിട്ടുള്ള ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് അവൻ മാറും. അവന് പിന്നെ സ്വന്തം കാര്യങ്ങളെക്കാൾ ദൈവിക കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടന്റ്, ദൈവസഭയുടെ കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടന്റ്. ചില ആളുകൾ സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടോ? ഹലോ, സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടോ? ചില ആളുകൾ സഭയുടെ കാര്യങ്ങൾ വിമർശിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉപവാസ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉപവാസ പ്രാർത്ഥന ആൾ വരത്തില്ല. ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്ലാസ്സിന് വരത്തില്ല. സ്തോത്രം. എന്നാൽ സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനൊരു ഉത്തരവാദിത്വം ഒന്നും വേണ്ട നമുക്ക്. എന്നെ അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല, അതൊന്നും വേണ്ട, നമ്മളെ ഏൽപ്പിക്കൊന്നും വേണ്ട. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് നമ്മുടേതാ. അതിന് പ്രത്യേകം നമ്മളെ ഏൽപ്പിക്കുകയൊന്നും വേണ്ട. അതിന് ഏതെങ്കിലും ഒരു അഭിവൃദ്ധി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഓടി നടക്കുന്നവരായിരിക്കണം. വീണ്ടും ജനിച്ചവർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവമക്കളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആനന്ദമായിട്ട് തീരും. സഹോദരനെ അല്ലെ, പൗലോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് ഹൃദയത്തിൽ എന്തായി? വേദനയുണ്ടായി. സഹോദരനെ കണ്ടില്ല, സഹോദരിയെ കണ്ടില്ല. ദൈവമക്കളുമായിട്ടുള്ള ആ കൂട്ടായ്മയുടെ ബന്ധം ആനന്ദമാകണം. സ്തോത്രം. ആനന്ദം. ഒരാളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഭാരം ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ, നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട
പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? സ്തോത്രം. നമുക്കൊരു ഭാരം ഉണ്ടാകണം. കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം. വീണ്ടും ജനിക്കുമ്പോഴൊക്കെ അത് സംഭവിക്കുന്നേ. തീർന്ന് അവസാനിപ്പിക്കുകയാണ്, ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു ഹൃദയ ഭാരമുണ്ടാകും. വേറൊരാളുടെ സുവിശേഷം പറയാം. കാര്യം ആരും അറിയാത്ത ഒരു പുതിയ കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. വേറൊരു മനുഷ്യനും അവൻ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി തോന്നിയിട്ടില്ലാത്ത, ഒരു മനുഷ്യന് ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു രഹസ്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി. വീണ്ടും ജനനം, അതിന്റെ ശ്രേഷ്ഠത അത് വഹിക്കുന്ന നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് മറ്റൊരാളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ ഭാരം വീണ്ടും ജനിച്ചവന്റെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെയാ വീണ്ടും ജനിച്ചതിന്റെ തെളിവ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്, വീണ്ടും ഞാൻ ഒന്ന് ഊന്നി പറയാൻ വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞേ. അപ്പം രക്ഷയുടെ ദൈവിക വശമാണ് വീണ്ടും ജനനം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ ദിവസമായിരുന്നു. നിങ്ങൾ ഭൂമിയിൽ ജനിച്ചപ്പോൾ നിങ്ങളുടെ പേര് പഞ്ചായത്തില് രജിസ്റ്റർ ചെയ്തു. ജനനം 14 ദിവസത്തിനാവും. മരണം 7 ദിവസത്തിനാവും രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മളൊരാൾ ജനിക്കുമ്പോൾ ഇപ്പം ഹോസ്പിറ്റലുകാർ തന്നെ നേരിട്ട് അങ്ങ് കൊടുക്കും. അവിടുത്തെ പുസ്തകത്തിനകത്ത് രജിസ്റ്റർ ബുക്കിൽ രജിസ്റ്ററിൽ എഴുതും, ഇന്ന തീയതി ഇത്രാം തീയതി ഇന്നടത്ത് ഇന്ന ആൾ ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് ഉദരത്തിൽ നിന്ന് ജനിച്ച ജനനത്തിന്റെ ഡേറ്റാ. ഇതുപോലെ നമുക്കൊരു ഡേറ്റ് ഉണ്ട്, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആത്മീയ ജനനത്തെ സംബന്ധിച്ച് വീണ്ടും ജനിച്ച ഒരു ഡേറ്റ്. സ്തോത്രം. ആ ജനിച്ച ദിവസം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി വെക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വെക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ട ആവശ്യം എന്താ? ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ നരകത്തിൽ തള്ളികളയും. തീപ്പൊയ്കകൾ. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ്. അതുകൊണ്ട് വീണ്ടും ജനനമാണ് രക്ഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തി, അവൻ രക്ഷയുടെ വളർച്ച അവനുണ്ടാകണം. ആദിമ സഭയുടെ 2-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഈ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നുള്ളതിന്റെ മുകളിലത്തെ ഭാവങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ജീവിത രീതി വായിക്കാൻ കഴിയും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അവരെങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു? അവര് മാനസാന്തരപ്പെട്ടവരായിരുന്നു. അവര് സ്നാനപ്പെട്ടവരായിരുന്നു. സ്തോത്രം. അവര് പരിശുദ്ധാത്മദാനം പ്രാപിച്ചവരായിരുന്നു. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപാട് പാലിച്ചവരായിരുന്നു. അപ്പോസ്തല ഉപദേശപ്രകാരമുള്ള കൂട്ടായ്മ അവരാചരിച്ചിരുന്നു. അവർ തിരുമേശയിൽ പങ്കെടുത്തിരുന്നു. സ്തോത്രം. അവര് പ്രാർത്ഥന കഴിച്ച്, കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ചു പോകുന്ന ആളുകളായിരുന്നു. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെന്ന്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്കൊക്കെ ആ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് രക്ഷയുടെ വളർച്ചയിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ മുൻപോട്ട് വളരുക. രക്ഷയുടെ ഒരു വളർച്ച. സ്തോത്രം. രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു വളർച്ച. രക്ഷിക്കപ്പെട്ടവന് ഒരു വളർച്ചയുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനായി തീരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. നമുക്കൊരു പാട്ടിന്റെ വരികൾ ഒന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഈ സഭയിലെ കൂട്ടരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഭയിലെ ആളുകളെ കുറിച്ച് 3 ഗണത്തിൽ ആളുകളെ തിരിച്ചിട്ടുണ്ട്. ഞാനതിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാകാമെന്ന എൻ്റെ ചിന്ത. 3 തരത്തിലുള്ള ആളുകൾ ഇന്നത്തെ സഭയിലുണ്ട്. ഒന്ന്, അംഗങ്ങൾ, മെമ്പേഴ്സ്. ആരാണ്? അംഗങ്ങളായിട്ടുള്ള ആളുകൾ. 2, വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ, വിശ്വാസികൾ.
3 ശിഷ്യന്മാർ. ഈ 3 വാക്കുകൾ എന്ന് പറഞ്ഞ് അംഗങ്ങൾ, വിശ്വാസികൾ, ശിഷ്യന്മാർ. ഇങ്ങനെ 3 കൂട്ടരുണ്ട്. വ്യത്യാസമുണ്ട് ഇവരൊക്കെ തമ്മിൽ. എങ്ങനെയാ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അംഗങ്ങൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സഭയെ ഒരു സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി സഭയിൽ വരുന്ന ആളുകളാണ്. ഈ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടത്തിയെടുക്കേണ്ടതിന് അവർക്കൊരു സഭ വേണം. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു വീട് വെച്ചാൽ അതൊന്ന് സമർപ്പിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു വിവാഹം നടത്തണം, പിന്നെ ആരെങ്കിലും മരിച്ചാൽ അവരെ അടക്കം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു സഭ വേണമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി സഭയെ കാണുന്ന ആളുകളുണ്ട്. അവരുടെ പേരാണ് മെമ്പേഴ്സ്, അംഗങ്ങൾ. അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഇന്നുമുണ്ട്. അവർക്ക് സഭയായിട്ടൊന്നും വലിയ പ്രതിബദ്ധതയൊന്നും ഉണ്ടായിരിക്കത്തില്ല. രണ്ടാമത്തെ ആളുകളാണ് വിശ്വാസികൾ. അത് നമ്മളെല്ലാവരും പെടുന്നതാണ് വിശ്വാസികൾ. വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ശരാശരി ജീവിതം ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. ഒരു ശരാശരി ക്രിസ്തീയ ജീവിതം, വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല, അവർക്ക് തെറ്റൊന്നും പറയാനായിട്ടൊന്നുമില്ല, വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ കർത്താവ് വന്നാൽ അവിടെ എത്തണം, മരിച്ചാൽ സ്വർഗത്തിൽ എന്ത് ചെയ്യണം, പോകണം, അതിനെ കഴിഞ്ഞ് വലിയൊരു ആഗ്രഹമൊന്നുമില്ല. സ്തോത്രം. അങ്ങനെയുള്ള ആളുകളാണ് വിശ്വാസികൾ. ചിലപ്പോൾ ചിലർ പറഞ്ഞു കേട്ടില്ലേ, അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി, നിങ്ങളൊക്കെ അങ്ങ് പാസ്റ്റർമാർ നിങ്ങളൊക്കെ അങ്ങ് മുന്നിലത്തെ സീറ്റിൽ പോയിരുന്നോ സ്വർഗത്തിൽ, ഞങ്ങളൊക്കെ പുറകിലത്തെ ബെഞ്ചിലൊക്കെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ മതി, എന്നാലും സ്വർഗത്തിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് വിശ്വാസികൾ. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ്. ആരാണ് ഡിസൈപ്പിൾസ്? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഗുരുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നവർ, വളർച്ച ആഗ്രഹിക്കുന്നവർ. കുഞ്ഞുങ്ങളൊക്കെ അപ്പനെ അമ്മയും വെച്ചൊക്കെ താരതമ്യപ്പെടുത്തി വളരുന്നത് പോലെ വളർച്ച ആഗ്രഹിക്കുന്നവരാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാരായി തീരുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ അന്ത്യകൽപ്പന എന്നൊക്കെ പറയുന്ന മഹത്താ നിയോഗം നിങ്ങൾക്കറിയത്തില്ലേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കി, അംഗങ്ങളാക്കിയിരുന്നല്ല, വിശ്വാസികളാക്കിയിരുന്നല്ല, എന്റെ ശിഷ്യരാക്കുവീൻ. അതാണ് ശിഷ്യർ. ശിഷ്യർ എന്ന് പറയുമ്പോൾ അവരാണ് സഭയിൽ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരേണ്ടത് ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാക്കുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ശിഷ്യരാകുക, ശിഷ്യത്വം സ്വീകരിക്കുക, ഗുരുവിനെ പോലെ ആകുക, അതാണ് സഭയുടെ ഒരു ദൗത്യം. ഇനി സഭ ആരുടേതാണ്? ഒന്നുണ്ട് വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം. ആരുടേതാണ് സഭ? സ്വതന്ത്രം. പല ഇടങ്ങളിൽ ചെല്ലുമ്പോഴും ചിലരുടെയൊക്കെ പേരിൽ സഭ അറിയപ്പെടാറുണ്ട്. ചില ആളുകളായിരിക്കും അത് ചിലപ്പോൾ തുടങ്ങിയത്. സ്വതന്ത്രം. ചില ആളുകളായിരിക്കും അവിടെ സ്ഥലം മേടിച്ചു കൊടുത്തത്. അത് ദൃശ്യസഭയെ കുറിച്ചാണ് കേട്ടോ. സ്വതന്ത്രം. ചില ആളുകളായിരിക്കും ആ ബിൽഡിങ് ഡൊണേറ്റ് ചെയ്തത്. സ്വതന്ത്രം. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരിലായിരിക്കും ആ സഭ അറിയപ്പെടുന്നത്. എനിക്ക് ഒരു സഭ അറിയാം, അവിടെ ഒരു അമ്മാമ്മയുടെ പേരിൽ ആ സഭ അറിയപ്പെടുന്നത്. അച്ഛൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അമ്മാമ്മ അവിടുത്തെ ചേട്ടത്തുണ്ടല്ലോ, അവരാ മാപ്പിളയെന്ന് പറയും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അവരാ സൗര്യമാരോട് വണങ്ങുകയും ചെയ്യും. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹവും ബഹുമാനം ഒക്കെയാണ്. അവരാ മാപ്പിളയെന്ന് പറയും. ഭർത്താവിന് പുല്ല് വിലയാ. അച്ഛൻ അവിടെ ഒന്നുമില്ല. അവിടുത്തെ അച്ഛൻ അമ്മാമ്മയാ, അവിടുത്തെ അമ്മാമ്മ അച്ഛനാ. അങ്ങനെ മനസ്സിലാവും. അവിടെ അങ്ങനെയുള്ള വീടുകളൊന്നും ശരിയാകത്തില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം. ഞാൻ സൗകര്യമായിട്ട് പറയുക, നിങ്ങൾക്ക് എത്ര ശമ്പളം കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ ബഹുമാനിക്കാതെ നിങ്ങൾക്കൊരു ആത്മീയ ജീവിതം ശരിയായിട്ട് കെട്ടിപ്പടുക്കാൻ പറ്റത്തില്ല. അതെല്ലാം കണക്ക് പറയാനായിട്ട് വരും. എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന എല്ലാ തെറ്റായ കാര്യത്തിന് യെസ് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവികമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ അവിടെയൊക്കെ ഗർജിക്കുന്ന സിംഹമൊക്കെ ആകാം. എന്നാൽ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത്രയും വലിയ അറിവും കഴിവൊന്നും ഇല്ലെങ്കിൽ പോലും ആമേൻ, സ്ത്രീയുടെ തല പുരുഷനാണ്. ആ ഓർഡർ മാറ്റിയാൽ അതിന്റെ ഒരു ശാപം കിടക്കുമെന്നാ പറയുന്നത്. അറിയാം, അധ്യാപകന് വിദ്യാർത്ഥിയുടെ മേലൊരു അധികാരമുണ്ട്. അവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം അല്ലേ? സാറിന്റെ ശാപം മേടിച്ചോക്കല്ലെന്ന് പറയത്തില്ലേ? അതിന്റെ സിസ്റ്റം അങ്ങനെ കിടക്കുന്നത്. പാസ്റ്റർക്ക് വിശ്വാസിയുടെ മേലൊരു അധികാരം ഉണ്ടെന്നാ പറയുന്നത്. ഒരു അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാണെന്ന്. തെറ്റായ കാര്യത്തിന് ശാപിച്ചാലൊന്നും ശാപദേശത്തില്ല കേട്ടോ. കാരണം കൂടാതെ ശാപം വലിക്കുകയില്ല. കാരണമുണ്ടോ അത് ഏറ്റിരിക്കും. അതുപോലെ ഭർത്താവിന് ഭാര്യയുടെ മേലൊരു അധികാരം ഉണ്ട്, തലയാ. അപ്പം ഈ രണ്ടും ശരിയായിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും ബഹുമാനിച്ച്
അനുസരിച്ച്, പിന്നെ അതൊന്നും അറിയത്തില്ലല്ലേ? പറ, കറക്റ്റ്. കീഴടങ്ങി. ഇതൊക്കെയാണ് ഭയപ്പെട്ട്. സിംഹത്തെ ഭയപ്പെടുന്ന പോലെ, കരടി ഇങ്ങോട്ട് വന്ന പോലെ ഭയപ്പെടുകയല്ല. ബഹുമാനപൂർവം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഭയം. സ്തോത്രം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. സാറാ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച്, എന്റെ യജമാനൻ, അങ്ങനൊന്നും കയറി വിളിച്ചൊന്നും കളയണ്ട കേട്ടോ. യജമാനൻ വന്നിരിക്കുന്നു. ദാസു പറഞ്ഞ യജമാനൻ. സാറാ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചെന്ന് മാത്രമല്ല, വിളിച്ച സകലത്തിലും അനുസരിച്ച് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. അതാണ്ട് അതിന്റെ ആ രീതി. അങ്ങനെയുള്ള വീട് അനുഗ്രഹിക്കപ്പെടുന്നേ. അല്ലെ, അടുത്ത ജനറേഷൻ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യും. അടുത്ത ജനറേഷൻ ഇത് പ്രാക്ടീസ് ചെയ്യും. സ്തോത്രം. അന്നേരം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ എപ്പോഴും അത് ഓർത്തിരിക്കണം. നമ്മുടെ വീട്ടിൽ അവരാമാപ്പിള എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലാം ഒരു ഓർഡറിൽ തന്നെ പോകട്ടെ. അപ്പം ആ ആന്റിയുടെ പേരിലാണ് ആ സഭ. പേര് പറഞ്ഞ് ചിലപ്പോൾ എവിടെയെങ്കിലും യൂട്യൂബിലോ എല്ലാം പോയി അവരിത് കണ്ടെങ്കിൽ ഞാൻ അവരുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ ആളുകളുടെ പേരിലൊക്കെ പറയാം. അവരൊക്കെ അതിന്റെ പിന്നിൽ വന്ന ആളുകളാണെങ്കിലും അവരുടേതൊന്നുമല്ല ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ ആരുടെയുമല്ല. സ്വതന്ത്രം. പലപ്പോഴും ചില പള്ളിക്കൊക്കെ പേരിട്ടിരിക്കുന്നുണ്ടോ, പത്രോസിന്റെ സഭ, പത്രോസിന്റെ പേരിലുള്ള സഭ, അന്ത്രയോസിന്റെ പേരിലുള്ള സഭ, കന്യമറിയാമന്റെ പേര് സഭ. പത്രോസിന് സഭയില്ല, അന്ത്രയോസിന് സഭയില്ല, കന്യമറിയാമന് സഭയില്ല. ഇവരൊക്കെ ദൈവത്തിന്റെ ദാസീദാസന്മാരാ, സംശയമില്ല. പക്ഷെ സഭയൊന്നും ഇവർക്കില്ല. സഭ ഉള്ളത് കർത്താവിനാ. കർത്താവിൻ്റെതാണ് സഭ, അത് മനുഷ്യരുടേത് അല്ല. നമ്മുടെ സഭ അങ്ങനെ കേട്ടോ. ഇവിടെ ഈ തുടങ്ങിയിരിക്കുന്ന സഭയ്ക്ക് തുടക്കക്കാരൻ ആരെങ്കിലും ഒരാൾ കാണും, തുടങ്ങിയ പാസ്റ്റർ കാണും, അന്നത്തെ വിശ്വാസി കാണും. ആരുടേതുമല്ല സഭ. സഭ യേശു ക്രിസ്തുവിൻ്റെതാ. ചേർന്ന് ഇവരെ സ്തുതിച്ചാട് ഹല്ലേലൂയ. ആ അറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ പറയരുത് സഭ ആരുടെ. സഭ കർത്താവിൻ്റെതാണ്. പക്ഷേ മുതൽ മുടക്കിയവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, ഓടിയവരുണ്ട്. അവർക്കൊക്കെ അവരുടെ പ്രവൃത്തി പോലെ പ്രതിഫലം കിട്ടും. അങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അവരെ ഒന്നുമില്ലെന്നുള്ളതല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരുമാറാക്കുന്ന ദൈവമത്രേ വലിയവൻ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പാസ്റ്ററുടെ ശുശ്രൂഷ അതാ. അറിയാമോ? ഓരോ കാലഘട്ടത്തിലെയും പാസ്റ്റർക്ക് ഓരോ ശുശ്രൂഷയാ. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ കമ്പയർ ചെയ്തതെന്ന് പറയുന്നത്. ഓരോ ശുശ്രൂഷയാ. ഞാൻ നട്ടു, നടാനായിരിക്കും ചിലപ്പോൾ എന്റെ പണി. അപ്പൊല്ലോസ് വെള്ളമൊഴിച്ചു കൊടുത്തു. പക്ഷേ ഇത് വളരുമാറാക്കുന്ന, നട്ടാലും കൊള്ളാം നനച്ചാലും കൊള്ളാം, വളരുമാറാക്കുന്നത് ദൈവമാണ്. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തി. നട്ടതിന് നിനക്കൊരു പ്രതിഫലമുണ്ട്, നനച്ചതിന് നിനക്കൊരു പ്രതിഫലമുണ്ട്, സൂക്ഷിച്ചതിന് നിനക്കൊരു പ്രതിഫലമുണ്ട്. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ഉണ്ടാകും. പക്ഷേ ഇത് ദൈവത്തിൻ്റെതാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഇടപെടുന്ന സംവിധാനം ദൈവിക സംവിധാനമാണ്, ദൈവത്തിന്റെ ആത്മീക സ്ഥാപനമാണ്. തിരുവെഴുത്തുകളെ സ്വീകരിച്ച് സംരക്ഷിച്ച് പകർന്നു കൊടുക്കുവാൻ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനമാണ് ദൈവസഭ. അതിനോടൊരു നല്ല ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. സഭ ആരുടേതാണ്? സ്തോത്രം. ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആര് പ്ലാൻ ചെയ്തു അവരുടേതാണ് സഭ. ആരാണ് സഭയെ കുറിച്ച് പ്ലാൻ ചെയ്തത്? ആരാണ് പ്ലാൻ വരച്ചത്? ആരാണ് അതിന്റെ ശില്പി? അവരുടേതാണ് സഭ. എഫേസ്യ ലേഖനം 3:9 നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3 പെട്ടെന്ന് 2 വാക്യങ്ങൾ വായിച്ച് ക്ലോസ് ചെയ്തേക്കാം. ആ സമയം ഞാൻ ക്ലോസ് ചെയ്യും. എഫേസ്യ ലേഖനം 3:9. അവിടെ ദൈവത്തിന്റെ സഭയെ കുറിച്ചാണ് ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ മനസ്സിലാകുന്നത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലങ്ങൾ മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് ഈ കൃപ നൽകി. എല്ലാവർക്കും അത് പ്രകാശിപ്പിക്കാനാണ് ഈ കൃപ. എന്താണ് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം? അത് ദൈവത്തിന്റെ സഭയാണ്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകും. ദൈവത്തിന്റെ സഭയെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സഭയുടെ പ്ലാൻ ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് അതിന്റെ പ്ലാൻ. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അത് മറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ആര് പ്ലാൻ ചെയ്തുവോ അവരുടേതാണ് സഭ. സഭയുടെ പ്ലാൻ നടത്തിയത് ആരാണ്? ദൈവമാണ്. എന്നായിരുന്നു അത്? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴല്ല, അനാദികാലങ്ങൾക്ക് മുമ്പ്, കാലം ഉണ്ടാകുന്നതിന് മുമ്പ്, കാലമില്ലാത്ത കാലത്തിൽ ദൈവത്തിന്റെ ആ എന്താണ് പാസ്റ്റ് ഇറ്റേണിറ്റിയിൽ. സ്തോത്രം. ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒന്നുമില്ല കേട്ടോ. ദൈവം എപ്പോഴും പ്രസന്റാ.
നമുക്കായി പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ സമയത്തോടുള്ള ബന്ധത്തിൽ, എന്നാൽ സമയമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടന്ന, എന്നാലും പറഞ്ഞില്ലേ, ആദാമിൽ ഹൗവ മറഞ്ഞിരുന്നത് പോലെ അല്ലെ സഭ ദൈവത്തിൽ മറഞ്ഞിരുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു ദൈവത്തിന്റെ സഭ. അതാര് പ്ലാൻ ചെയ്തോ അവരുടേതാണ് ദൈവത്തിന്റെ സഭ. രണ്ട്, ആരും മുതൽ മുടക്കിയോ, ആരതിന് മുതൽ മുടക്കിയോ അവിടെയാ സഭ. എഫേസ്യർ 5:25-26, Ephesians chapter 5 verses 25 and 26. ആര് മുതൽ മുടക്കി? അടുത്ത വാക്യം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ അവൾ എന്ന് പറയുന്നത് സഭയാ. സഭയ്ക്ക് വേണ്ടി സ്വതന്ത്രം, കറ ചുളുക്കമൊന്നുമില്ലാതെ സ്വതന്ത്രം ആ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ മുതൽ മുടക്കി, വില കൊടുത്തു സമ്പാദിച്ചതാണ് ദൈവസഭ. ആരാണ് ഇതിന് വില കൊടുത്തത്? നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി അവിടുന്ന് മറുവിലയായി തീർന്നു. അപ്പൊ ആരതിന് മുതൽ മുടക്കിയോ, ആരതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുവോ, ആരതിനെ നേടുവാൻ വേണ്ടി അവൻ മുതൽ മുടക്കിയോ അവരുടേതാണ് സഭ. അത് നമ്മുടെ കർത്താവാണ്. ആരാണ് പണിയുന്നത്? അവരുടേതാണ് സഭ. മത്തായിയുടെ സുവിശേഷം 16:18 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 16 verse 18. മാത്യു 16 verse 18 ഏതാണ് വായിക്കുന്നത്? നീ പത്രോസാകുന്നു. ശ്രദ്ധിക്കണം, ചിലർക്ക് പറഞ്ഞ പത്രോസേ നീ പാറയാകുന്നു. അങ്ങനെ ഉണ്ടോ? പത്രോസേ നീ പാറയാകുന്നൊന്നും ബൈബിളിൽ അല്ലേ? ക്രൂശി കിടന്ന വലത്തുവശത്തെ കള്ളൻ അല്ലേ? വലത്തുവശത്തെ കള്ളൻ. വലതിനോട് മനുഷ്യർ ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്നതായിരിക്കും. ഇനി ആണേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് പറയുന്നില്ല. പത്രോസേ നീ പാറയാണെന്നൊന്നും പറഞ്ഞില്ല. നീ പത്രോസാകുന്നു. നീ പാറക്കഷ്ണം എന്നാ, പെട്ര എന്നാ, ദ വേർഡ് പെട്ര. നീ പത്രോസാകുന്നു. ഈ പാറമേൽ, അത് ക്രിസ്തുവിനെയാ, മാസീവ് റോക്ക്, ഹ്യൂജ് റോക്ക്, വലിയ പാറ, യുഗങ്ങളുടെ പാറ. ഈ പാറമേൽ, ചെറിയ പാറക്കഷ്ണമാകുന്ന നിന്നെ കൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ, ഞാൻ എന്റെ സഭയെ പണിയുന്ന, ഞാൻ കർത്താവ് പറയണ, ഞാൻ എന്റെ സഭയെ പണിയും. അപ്പം ഇത് പണിയുന്നത് ആരാണോ അവരുടേതാണ് സഭ. ആര് പ്ലാൻ ചെയ്തോ അവരുടെയാ സഭ. ആര് മുതൽ മുടക്കിയോ അവരുടെയാ സഭ. ആര് പണിയുന്നുവോ അവരുടെയാ സഭ. അങ്ങനെയാണെങ്കിൽ ഇത് മനുഷ്യരുടേതല്ല, ഇത് അപ്പോസ്തലന്മാരുടേതല്ല, ഇത് പ്രവാചകന്മാരുടേതല്ല, ഇത് വസ്തു കൊടുത്ത ആളെയല്ല, ഇത് ആദ്യം ഇറങ്ങിയ ആളെയല്ല, ആരുടേതല്ല. ഇത് ദൈവത്തിൻ്റെതാണ്. ഇത് നമ്മുടെ കർത്താവിൻ്റെതാണ്. ആ കർത്താവിന്റെ സഭയിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നതിന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ പ്രിയപ്പെട്ടവരേ. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്ക് വേണ്ടിയാ സൂക്ഷിക്കുന്നത്? യൂദ 1-2 വാക്യങ്ങളിൽ അല്ലേ? യൂദായുടെ 1-ാം അധ്യായം നമ്മൾ പറയാറില്ല, 1-2. ഈ യൂദ എന്ന് പറഞ്ഞ യേശുവിന്റെ സഹോദരനായ യൂദ. പണ്ടൊരു അമ്മച്ചി പറഞ്ഞെന്നാ പറയുന്നേ, യൂദ കെട്ടിയാന്ന് എത്തെങ്കിലും അവനൊരു ലേഖനം എഴുതി വെച്ചിട്ടാണ് എന്ത് ചെയ്തേ മരിക്കാൻ പോയത്. ആ യൂദ എഴുതിയ ലേഖനം ഒന്നും അല്ലിത് കേട്ടോ. സ്തോത്രം. പിന്നെ ആ യൂദയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ വായിക്കണമെന്നില്ല. അവിടെ ആർക്ക് വേണ്ടി ഇത് സൂക്ഷിക്കുക? ഇത് കർത്താവ്. ഒരാളങ്ങ് വായിക്കുകയാണെങ്കിൽ ഒരാളങ്ങ് വായിക്കുക. ആർക്ക് വേണ്ടി സൂക്ഷിക്കുന്നു? യേശുക്രിസ്തുവിന്റെ ദാസന് യാക്കോബിന്റെ സഹോദരനായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്നവരായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുക. സഭ കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുക. ഇപ്പം ഇത് പ്ലാൻ ചെയ്തത് കർത്താവാണ്. ഇതിന് വില കൊടുത്തത് കർത്താവാണ്. ഇത് പണിയുന്നത് കർത്താവാണ്. ഇത് സൂക്ഷിക്കുന്നത് കർത്താവാണ്. അപ്പൊ ഇത് ആരുടേതാണ്? ഇത് കർത്താവിൻ്റെതാണ്. ഈ കർത്താവിന്റെ സഭയിൽ കർത്താവ് നമ്മളെ ഉൾപ്പെടുത്തിയില്ലേ? എവിടെ നിന്നൊക്കെയാ? സഭയുടെ പ്രത്യേകത ഇസ്രായേൽ പോലല്ല, ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും. ഈ സഭയ്ക്കകത്ത് ഒരാൾ വന്നു കഴിയുമ്പോ പിന്നെ ക്രിസ്തുവിൽ അവർ ഒന്നാ. ഹലോ, ക്രിസ്തുവിൽ ഒന്നാ. അതിൽ യഹൂദനെന്ന് ഇല്ല, യവനനെന്ന് ഇല്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. ഗലാത്യലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നു. കൊലോസ്യലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. കൊലോസ്യ ലേഖനത്തിലാണെന്ന് എന്റെ ഓർമ്മ. 3:11 ഭയങ്കര ഒരു ചിത്രമാണ്, സഭയുടെ ഒരു ചിത്രം.
3:11 ഇതൊന്നിട്ടേരെ, ഈ ബോർഡിൽ ഇട്ടേരെ. 3:11 കൊലോഷ്യൻസ് ചാപ്റ്റർ 3 verse 11. കേട്ടോ, അവിടെ ദൈവത്തിന്റെ സഭയുടെ ഒരു ചിത്രം അവിടെ കിട്ടുന്നുണ്ട്. അതിൽ എല്ലാവരും നോക്കണേ, എല്ലാവരും നോക്കണം, ശ്രദ്ധിക്കണം. അതിൽ യഹൂദനും, കൊലോസ്യർ 3:11 വായിക്കണേ. അതിൽ യഹൂദനും യവനനുമെന്ന് ഇല്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും. സഭയുടെ ഒരു ചിത്രമാണ്. എന്തോ ഇതൊക്കെ? അതിൽ യഹൂദനും യവനും ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? ജാതീയ വേർതിരിവില്ലെന്നാണ്. ഹലോ, സഭയിൽ എന്തോ ഇല്ല? ജാതീയ വേർതിരിവില്ല. എന്തോ ജാതീയ വേർതിരിവ്? 2 ജാതിയാ ഉണ്ടായിരുന്നേ. യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതി, മറ്റൊരു ജാതി യവനൻ. അബ്രഹാമിന്റെ സന്ധി പരമ്പര മുഴുവൻ യഹൂദൻ, അല്ലാത്തത് യവനൻ. ഈ 2 ജാതി ആ ഭൂമിയിൽ ഉണ്ടായിരുന്നേ. പെന്തിക്കോസ് നാൾ മുതൽ വേറൊരു ജാതിയുടെ ഉണ്ടായി ഇവിടെ. ആ ജാതിയുടെ പേരാണ് ദൈവസഭ. എന്താ പേര്? ദൈവസഭ. ആ ജാതിയുടെ പ്രത്യേകത, യഹൂദനിൽ നിന്നും യവനിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് ദൈവസഭയുടെ അംഗങ്ങൾ. ശ്രദ്ധിക്കണേ, യഹൂദനിൽ നിന്നും യവനിൽ നിന്നും വേർതിരിച്ചവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അപ്പം ജാതീയ വേർതിരിവില്ല സഭയ്ക്കകത്ത്. യഹൂദൻ എന്നില്ല, ഹലോ, യവനൻ എന്ന് ഇല്ല. ഇനി അടുത്ത എന്തായിരുന്നു? പരിച്ഛേദനയും. അതെന്താ? മതപരമായ വേർതിരിവില്ല. റിലീജിയസ്, മതപരമായ വേർതിരിവ്. പരിച്ഛേദനയേറ്റവൻ, പരിച്ഛേദന ഏൽക്കാത്തവൻ. പരിച്ഛേദന ഒരു നിയമമാണ് ഇസ്രായേലിന് കൊടുത്തത്. അപ്പൊ പരിച്ഛേദനയേറ്റത് മതത്തിന്റെ ഒരു കർമ്മമാണ്. അപ്പൊ മതപരമായ വ്യത്യാസങ്ങൾ സഭയ്ക്കകത്ത് ഇല്ല. പരിച്ഛേദനയേറ്റവനെന്നും പരിച്ഛേദന ഏൽക്കാത്തവനെന്നുമുള്ള ആ മതത്തിന്റെ ഡിഫറൻസ് സഭയ്ക്കകത്ത് ഇല്ല. അടുത്തത് ബർബരൻ, ശകൻ എന്നില്ല. അങ്ങനെ തിരിക്കാം. എന്തുവാ ബർബരൻ എന്നൊക്കെ പറഞ്ഞ? എന്താ ബർബരൻ? അറിയാതെ പറ. നമ്മൾ പഠിക്കുകയല്ലേ, ഞാനും പഠിക്കുക കേട്ടോ. ബർബരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സംസ്കാരമില്ലാത്തവനാണ്. ഈ ഭാഷാപരമായിട്ടൊക്കെയുള്ള സംസ്കാരമില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകളിൽ തന്നെ ചില മേഖലകളിലൊക്കെ ആളുകൾക്കൊരു വേണ്ടത്ര സംസ്കാരമില്ലല്ലോ, മറ്റുള്ളവരുടെ അത്ര അവർ ഡെവലപ്ഡ് അല്ല. ബർബരൻ ആ ഒരു അർത്ഥമാണ്. സംസ്കാര ശൂന്യർ എന്നൊക്കെ വേണേ പറയാം. അതിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ടീമാണ് ആര്? ശകൻ. ഇപ്പൊ ബർബരൻ എന്നൊക്കെ പറഞ്ഞാൽ, ശകനെന്നും ബർബരൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനത്തിൽപ്പെട്ടവരാണെങ്കിലും ഏറ്റവും അങ്ങ് താഴെ നിലയിൽ കിടക്കുന്ന ആൾ. ഒരു സംസ്കാരവും ഇല്ല, ഒരു ഭാഷാപരവും ഇല്ല, എന്താണ്, വൃത്തിപരമായിട്ടും ഇല്ല, വസ്ത്രപരമായിട്ടില്ല, യാതൊരു നിലയിലും ഒരു തീരെ താണാവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ. അതിന്റെ മുകളിലുള്ള ആളാണ് ബർബരൻ. ഇപ്പൊ ബർബരന്മാരുണ്ട്, സഭയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ടെന്നാ. പക്ഷെ സഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ ബർബരൻ എന്നില്ല, ഹലോ, ശകൻ എന്നില്ല. ചിലർക്ക് കൈ കൊടുക്കത്തുള്ളൂ, ചിലരുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആളുകളെ? ഉള്ളവരോട് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല അല്ലേ? ഉച്ചനീചത്വങ്ങൾ, ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ, അത് ദൈവസഭയ്ക്കകത്തില്ലെന്നാ. അത് ദൈവസഭയ്ക്കകത്തില്ല. അതിനകത്തൊന്നെല്ലാം വിളിച്ചു വേർതിരിക്കപ്പെടുന്ന കൂട്ടമാണ് ദൈവസഭ. ആ ഒരു അറിവെല്ലാം ദൈവമൊക്കെ ഉണ്ടായിരിക്കണം. എന്നില്ല, ബർബരൻ എന്നില്ല, ശകൻ എന്ന് ഇല്ല. സാംസ്കാരിക വ്യത്യാസങ്ങളില്ല, വേർതിരിവില്ലെന്ന. ഒന്ന് ഞാൻ എന്താ പറഞ്ഞേ? ആദ്യത്തെ എന്താ പറഞ്ഞേ? ആദ്യത്തെ ഞാൻ പറഞ്ഞത് ജാതീയ വേർതിരിവില്ല. നമ്പർ 2 മതപരമായ വേർതിരിവില്ല. നമ്പർ 3 സാംസ്കാരിക വേർതിരിവില്ല. 4 എന്താണ്? ദാസൻ സ്വതന്ത്രം എന്നില്ല, സാമൂഹിക വേർതിരിവില്ല. സമൂഹത്തിലെ ഒരു സിസ്റ്റമാ ദാസനും സ്വതന്ത്രനും, അല്ലേ? യജമാനൻ, അടിമ. ഈ സാംസ്കാരിക വ്യത്യാസങ്ങളില്ല. 4 വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു, അതെല്ലാവരും പഠിച്ചിരിക്കണം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഒന്നാമത്തേത് ജാതീയ വേർതിരിവില്ല. ഉറക്കെ പറഞ്ഞു, ജാതീയ വേർതിരിവില്ല. 2 മതപരമായ വേർതിരിവില്ല. 3 സാംസ്കാരിക വേർതിരിവില്ല. 4 സാമൂഹിക വേർതിരിവില്ല. അതിന്റെ വാക്യമായത് അതിൽ യഹൂദനയവനുമില്ല, ജാതീയ വേർതിരിവില്ല. പരിച്ഛേദനയേറ്റവനും ഏൽക്കാത്തവനും എന്നുള്ള മതപരമായ വേർതിരിവില്ല.
ബർബരൻ, ശകൻ എന്ന് പറയുന്ന സാംസ്കാരിക വേർതിരിവുകളില്ല. ദാസൻ, സ്വതന്ത്രൻ എന്ന് പറയുന്ന സാമൂഹിക വേർതിരിവുകളില്ല. ഈ വേർതിരിവുകൾ ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമാണ്. ഇതിനകത്തു നിന്നെല്ലാം വീണു നിന്നും പ്രാപിച്ച ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവസഭ. അവര് ക്രിസ്തുവിൽ ഒന്നാണ്. ആ ദൈവസഭ ഏകമാണ്. അതൊരു ശരീരമാണ്. കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ആ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിന്റെ ശരീരമാണത്. ശരീരത്തിന്റെ അവയവങ്ങൾ പലതാ. ഒരു ശരീരം, പല അവയവങ്ങൾ. സ്വത്രം. കൈക്ക് കൈയുടെ ഡ്യൂട്ടി ഉണ്ടാവും, കാലിന് കാലിന്റെ ഡ്യൂട്ടി, കണ്ണിന് കണ്ണിന്റെ ഡ്യൂട്ടി. കൈ പണിമുടക്കിയാൽ പലതും പണിമുടക്കും അല്ലേ? ഇതിനകത്ത് ഏതാ ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ എല്ലാം ഇമ്പോർട്ടന്റാ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ശരീരം ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ സഭയ്ക്കകത്ത് വരുമ്പോൾ അതിനകത്ത് യമനിൽ നിന്ന് വന്നവൻ കാണും, യഹൂദനിൽ നിന്ന് വന്നവൻ കാണും, ബർബറിൽ നിന്ന് വന്നവൻ കാണും, ശകൻ കാണും, അറിയാവുന്നവനും അറിയാത്തവനും, കാശുള്ളവനും കാശില്ലാത്തവനും, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും, വീടുള്ളവനും വീടില്ലാത്തവനും, ജോലിയുള്ളവനും ജോലിയില്ലാത്തവനും, വണ്ടിയുള്ളവനും വണ്ടിയില്ലാത്തവനും, പാരമ്പര്യപരമുള്ളവനും ഇല്ലാത്തവനും എല്ലാം കാണും. പക്ഷെ ഇതിനകത്ത് വന്നു കയറി കഴിയുമ്പോൾ ഇവിടെ അവർ ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. സ്വത്രം. സ്വർഗത്തിൽ അവൻ ഇങ്ങനെയുള്ള സഭയെ ഉള്ളൂ. അവിടെ വേർതിരിവുകളില്ല. നമ്മുടെ കർത്താവ് സകല മനുഷ്യന്റെ രക്ഷിതാവാണ്. നമ്മെല്ലാവരും ദൈവത്തിന് കർത്തൃമേശ എടുക്കുമ്പോ ഇതാ അത് വിളിച്ചു പറയുന്നേ, പലരാകുന്ന നാം ക്രിസ്തുവിൽ ഒന്നാവുന്നു. പല ഗോതമ്പണികളിലാണ് വീണ് മെതിഞ്ഞ് ഉടഞ്ഞ് ഒരു അപ്പമാകുന്നത് പോലെ പലരാകുന്ന നാം ക്രിസ്തുവിൽ ഒന്നാവുന്നു. സഹോദരന്മാരായി മാറുന്നു. സഹോദരിമാര് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുന്നു. അവിടെ പിന്നെ ഡിവിഷൻസ് ഇല്ല. അവിടെ പിന്നെ യാതൊരു കാര്യങ്ങളുമില്ല. അവിടെ ദൈവിക യൂണിറ്റിയാണ്. സ്തോത്രം. അവിടെയാണ് ഐക്യം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി. ഇവർ പറഞ്ഞില്ലേ, ഇവിടൊക്കെ ലംഘനങ്ങൾ നടന്നപ്പോൾ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് അല്ലെ, ഏക ആത്മാവിൽ നിലനിന്ന് നിങ്ങൾ എന്റെ സന്തോഷം പൂർണ്ണമാക്കിയോ എന്നൊക്കെ പറഞ്ഞത് ഇവിടൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇത് തിരിച്ചറിയാതെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവത്തിന്റെ സഭ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകട്ടെ. ഇനി സഭ എന്തിനാ? ചില മിനിറ്റുകളുണ്ട്. സഭ എന്തിനാ? സ്തോത്രം. സഭയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സഭ എന്തിനു വേണ്ടിയാണ്? എന്തിനാ ദൈവത്തിന്റെ സഭ എന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. എന്തുകൊണ്ട് സഭ നമുക്ക് ആവശ്യമായിരിക്കുന്നു? അത് സ്തോത്രം. അല്ലെങ്കിൽ സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. സ്തോത്രം. ഒന്നാമത്തെ സഭയുടെ ചുമതല എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഡ്യൂട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ അങ്ങനെ മൂന്നായിട്ട് വേണം എന്നെ തിരിച്ചു പറയാം. ഒന്ന്, മുകളിലേക്കൊരു ചുമതല. രണ്ട്, അകത്തേക്കൊരു ചുമതല. മൂന്ന്, പുറത്തേക്കൊരു ചുമതല. ഹലോ, മുകളിലേക്ക്, അകത്തേക്ക്, പുറത്തേക്ക്. ഒന്നുറക്കെ പറഞ്ഞേ, അതിനാ പഠിക്കും. മുകളിലേക്ക്, അകത്തേക്ക്. ഈ മൂന്ന് ചുമതലകൾ ഈ മൂന്ന് നിലയിൽ പഠിക്കാം. എന്താ മുകളിലേക്കുള്ള നമ്മുടെ ചുമതല? അത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക. അത് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വർത്തി റിലേഷൻഷിപ്പ് അല്ലേ? വർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താ വർഷിപ്പ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയുന്നതാണ്. ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയുമ്പോൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാണ് ആരാധന എന്ന് പറയുന്നത്. അശ്വന്മാര് മോളെ ആരാധിക്കുക, മോനെ ആരാധിക്കുക എന്ന് പറയുന്നത് ആരാധന വരത്തില്ല. കയ്യടി വർദ്ധിക്കുമായിരിക്കും, സൗണ്ട് കൂട്ടുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ മഹിമയെ ഒരുത്തൻ തിരിച്ചറിഞ്ഞെങ്കിലേ ആരാധന വരത്തുള്ളൂ. നമ്മളിതൊക്കെ ഭയങ്കര ആരാധനയായിരുന്നാ പറയാം. ഭയങ്കര എന്ത് ആരാധന? അവിടെ ഭയങ്കര അടിച്ച് കത്തിക്കുമായിരുന്നാ പറഞ്ഞേ അല്ലെ? ചില ഫ്രേസസ് ഒക്കെ അവിടെ തകർത്തു വരാം. പുതിയൊരു പാസ് വന്ന് പുള്ളി തകർത്തു വാരുവാന്നാ പറയുന്നത്. എന്തോ തകർത്തു വരും. പുള്ളി കത്തിക്കുമായിരുന്നാ പറഞ്ഞത്. ഭയങ്കര കത്തിയിലായിരുന്നു. ഭയങ്കര അല്ലെ? ആ പാട്ടുകാരങ്ങ് കത്തിച്ചു, അടിച്ചങ്ങ് തകർത്തെന്നൊക്കെയാ പറയുന്നത്. എന്തോ തകർത്തു? ജഡത്തെ ഉയർത്തിയെന്നല്ലാതെ വേറെ എന്തോ അവിടെ തകർന്നേ? സോദരൻ, ജഡത്തിന്റെ ഒരു ഡിസ്പ്ലേ നടന്നെന്നല്ലാതെ ഒരു പ്രകടനം നടന്നു. ഞാൻ സംതിങ് ഗ്രേറ്റ് എന്നുള്ള നിലയിൽ അല്ലെ ഒരു പ്രകടനം നടത്തിയെന്നല്ലാതെ അല്ലെ, എല്ലാവരെക്കാട്ടിലും ഞാനാണ് മിടുക്കെന്നുള്ള ഒരു പ്രകടനം നടത്തിയെന്നല്ലാതെ അവിടെ എന്താ ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിഞ്ഞ ആളുകള്? ദൈവത്തിന്റെ മഹിമയെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ് അത് ആരാധനയായിട്ട് മാറുന്നത്. അതിന് ചിലപ്പോ കൈയടി വേണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമൊന്നുമില്ല. കൈയടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. നാളെ മുതൽ കൈയടിക്കാൻ വന്നിരുന്നിട്ട് അല്ലേ എല്ലാം അതിന്റെ ഫംഗ്ഷൻ ചെയ്യണം. പക്ഷെ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം. ആരാധനയിലേക്ക് വരുമ്പോൾ ഈ കൈയടി ഉണ്ടാകും. പക്ഷെ കൈയടിയല്ല ആരാധന. പാട്ട് പാടി ഇങ്ങോട്ട് വന്നത് തീർന്നിട്ട് 3-4 വട്ടം വീണ്ടും എടുത്തു പോയിട്ട് അവസാനം
ഡ്രമ്മൊക്കെ അടിച്ചു കൂട്ടി നമ്മളിതിനെ ഒടുവിലിട്ട് ഒരു 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 കുഴയ്ക്കുമല്ലോ. സ്വതന്ത്രം അതല്ല ആരാധന. ഹലോ, ഉണ്ടോ അവിടെ? ജീവനോടൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. എന്തുവാ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ദൈവം പഠിക്കുമ്പോൾ നമ്മുടെ അടിത്തറൊക്കെ ഇളകും, പലതും പൊളിയും. പൊളിയാതെ ഇരിക്കുന്ന നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. നമുക്ക് പ്രധാനം മുകളിൽ പോകുന്ന കാര്യമാ, ഇവിടെ കിടക്കുന്ന കാര്യമല്ല നമ്മുടെ വിഷയം. സ്വതന്ത്രം മുകളിലോട്ട് പോകേണ്ട പരിപാടികൾ പറഞ്ഞു തരിക. ദൈവത്തിന് സൂചിച്ചോട് ഹല്ലേലൂയ. എനിക്കും പോകണം. പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ പറഞ്ഞ് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുമെന്ന് പൗലോസ് പറഞ്ഞു. കുമ്മനാട്ട് പണ്ടൊരു അപ്പച്ചൻ ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്താന്ന് തോന്നുന്നു കോട്ടേജ് മീറ്റിംഗ് നടത്തി. നിങ്ങളൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാ, കുമ്മനാട്ടെ ചരിത്ര. അപ്പം കോട്ടേജ് മീറ്റിങ്ങിന് ഇന്നത്തെ പോലെ അല്ലല്ലോ, പണ്ട് എല്ലാവരും കോട്ടേജ് മീറ്റിങ്ങിന് വരുമായിരുന്നു അല്ലേ? ഇന്നൊന്നും അങ്ങനെ കോട്ടേജ് മീറ്റിങ്ങിനൊന്നും ആളുകൾ വരത്തില്ല. ആ കൂട്ടായ്മ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എവിടേക്ക്, അതുകൊണ്ടാണ് വരാത്തത്. സൗകര്യമില്ലായിട്ടൊന്നുമല്ല, ആ ബന്ധങ്ങളിൽ എവിടെയോ സഭയുമായിട്ടുള്ള ബന്ധമോ വ്യക്തികളായിട്ടുള്ള ബന്ധങ്ങളോ ഒക്കെ ഉളച്ചിലുകൾ സംഭവിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് ശരിയായിട്ട് പോകുന്നില്ലായിരിക്കാം. പല റീസൺസ് അതിൻ്റെ പിന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ കോട്ടേജ് മീറ്റിങ്ങിന് ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്താൽ മതി. അവനവൻ്റെ പ്രാപ്തി പോലെ, ചെറിയൊരു പ്രാപ്തിക്ക് മീതെ കൊടുക്കും. ഈ മീറ്റിങ്ങിൻ്റെ കൂടെ ഈറ്റിംഗ് വെച്ചത് നമ്മളാരുമല്ല, ദൈവമാണ്. അറിയാം, മീറ്റിങ്ങിൻ്റെ കൂടെ ഈറ്റിംഗ് വെച്ചത് ആരാണ്? പാസ്റ്റർമാരല്ല, കർത്താവാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും അങ്ങനെ യോഗം കഴിഞ്ഞ് ദിനം കൊടുക്കാൻ പറഞ്ഞില്ലേ? ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞേ. ഈശന്മാരെന്താ പറഞ്ഞു? വേണ്ട, അങ്ങ് പറഞ്ഞു വിട്ടേ, ന്യൂട്രൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ അല്ലേ? ഇത് മരുഭൂമി, ഇവിടെ ഒന്നും കിട്ടത്തില്ല. 200 വെള്ളിക്കാശിന് വാങ്ങിയാലും അല്പം പോലും നമ്മളൊന്ന് പിച്ചി കൊടുക്കാൻ പോലും കർത്താവിന് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയായിരുന്നു. കർത്താവിന് നന്നായിട്ട് അറിയാം. ഇവരോട് ചോദിച്ചാ, അപ്പം പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട്. അന്ത്രോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട്. അവനെങ്ങനെ മനസ്സിലായി അവൻ്റെ കയ്യിലുണ്ടെന്ന്? എങ്ങനെ മനസ്സിലായി? അവൻ്റെ കയ്യിലെ സാധനം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഒരാൾ പറഞ്ഞത് അന്ത്രോസിന്റെ മോനായിരുന്നു. ഹലോ, അന്ത്രോസിന്റെ മോനായിരുന്നു. അതുകൊണ്ട് ഈ പുരുഷാരത്തിനുണ്ടെങ്കിൽ ഇവന് ഈ സാധനം ഉണ്ടെന്നുള്ള കാര്യം അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കാര്യമൊക്കെ പുള്ളിക്കറിയാം. അത് പുള്ളിക്കാരനോട് തിന്നാൻ വേണ്ടി പുള്ളിക്കാരത്തി കൊടുത്തു വിട്ടായിരിക്കും അല്ലേ? 5 അപ്പവും 2, 1 അന്ത്രോസിനും 1 മോനും. ഹലോ, അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആകാം, അല്ലെ വേറെ ഏതൊരു മോനാകാം. ശരി, ആ മോനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മോനെ ഒരു നല്ല പയ്യനാണ്. അന്ത്രോസിന്റെ മോൻ അല്ലെങ്കിൽ പോലും അവനൊരു നല്ല ചെറുക്കനാ. അങ്ങനെ നല്ല പിള്ളേർ നമുക്കുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വല്ലതൊക്കെ കൊടുക്കാനായിട്ട് മനസ്സുള്ളവനെ അപ്പം കൊടുത്തെങ്കിലല്ല മോൻ കൊടുക്കത്തുള്ളൂ അല്ലേ? ഗോത്രാഴ്ചയുടെ ഇടാൻ നേരത്ത് മറ്റേ നോട്ടൊക്കെ കയറി വരുമ്പോൾ അവനെ ഇടിച്ച് താഴ്ത്തി വെച്ചിട്ടാണ് ഇതിനെ പിടിച്ചോണ്ട് പൊക്കിക്കൊണ്ട് വരുന്നില്ലേ? ഞാനിന്ന് സ്വത്രാഴ്ചയ്ക്ക് ഞാൻ ചർച്ചയിൽ പോകുന്ന ഒരു നല്ല നോട്ട് പറഞ്ഞാൽ ഞാൻ പറയും, നീ ഇന്ന് പോകുന്നു വേണ്ട, നീ ഇവിടെ ഞാൻ മറ്റവനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയില്ലേ? അല്ലേ? ഇതൊക്കെ വിലയില്ലാതായി തീർന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് നാട്ടിൽ. ഈ പൈസ ഒന്നും ആർക്കും വേണ്ടാത്ത ഒരു പാസ്റ്റർ എന്നായിരിക്കട്ടെ, പഴയ 500 രൂപ എന്ന് പറഞ്ഞ ഒരുത്തന്നെ എനിക്ക് 500 രൂപ എന്ന് നിങ്ങളെ ചോദിച്ചോളാൻ പറയും അല്ലേ? 1000-ന്റെ നോട്ട് നിങ്ങളെ ചോദിച്ചോളാം, എനിക്ക് വേണ്ടെന്ന് പറയും. എന്താ കാര്യം? അതിന് വില നഷ്ടപ്പെട്ടല്ലേ? അപ്പൊ ഇവനത് പാത്തു വെച്ചില്ല. അന്ത്രോസ് ഇങ്ങനെ തപ്പി. അന്വേഷണാത്മാവുള്ളവനായിരുന്നു അന്ത്രോസ്. സഭകളിലൊക്കെ അങ്ങനെയുള്ളവർ കാണാം. ഈ ആവശ്യമില്ലാത്ത അന്വേഷിക്കാൻ പോരുത്. അങ്ങനെയുള്ള ആത്മാവുള്ളവനാണ് ഇപ്പൊ കൂടുതലും. ആവശ്യമില്ലാത്ത ഇങ്ങനെ നൊഴിഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ തപ്പി പറക്കിയെടുക്കും. അതിന് പോകരുത്. അന്വേഷണാത്മാവുള്ളവനാണ്. അവന് തപ്പി ഇവിടെ ആരുടെയും കഷ്ണമുണ്ടോ, അറിയാൻ കർത്താവിന്റെ കൈ കിട്ടിയ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചു ഒരുത്തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അന്ത്രോസിന്റെ മോനല്ല എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന്റെ നല്ലൊരു സ്വഭാവം അവൻ പാത്തു വെച്ചിട്ട്. അന്ത്രോസ് വരുമ്പോൾ തന്നെ പാത്തു വെക്കുന്ന പുള്ളികളുണ്ട്. അങ്ങനെ പിള്ളേരില്ലേ, മുട്ടായൊക്കെ തിന്നുകൊണ്ടിരിക്കുകയല്ലേ, വേറെ പിള്ളേർ വേണ്ടെന്ത് ചെയ്യും? പാത്തു വയ്ക്കും. നമ്മളൊക്കെ അങ്ങനെ നമ്മളൊക്കെ കാണിക്കുന്ന വീറുകൃത്യങ്ങളൊക്കെ എന്ത് അല്ലേ? നമ്മൾ മനുഷ്യരോടല്ല മൃഗങ്ങളോട് പോലും വേറുകൃത്യം കാണിക്കുന്ന പറഞ്ഞ്. അപ്പോൾ കോഴിയെ വളർത്തുമ്പോഴേ അയൽവക്കത്തുകാരൻ്റെ കോഴി കയറി നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനൊക്കെ ഓടിച്ച് നമ്മൾ മാറ്റത്തില്ലേ? നമ്മളറിയത്തില്ലേ, അവൻ്റെ ആ വീട്ടിലെ കോഴിയാ തിന്നാൻ മിടുക്ക്, നമ്മുടെ ഇച്ചിരി മണ്ടനാ അല്ലേ? നമ്മൾ ഇട്ട് കൊടുത്ത ഗോതമ്പ് കോഴി മറ്റവൻ്റെ കോഴി അത് ഇച്ചിരി എനർജറ്റി, അത് ഇട്ടിരുന്ന് കൊത്തി തിന്ന് അതുകൊണ്ട് നമ്മൾ ഈ മൃഗങ്ങളിൽ പോയി എല്ലാത്തിലും വേർതിരിവ് കാണിക്കുന്നവരാ നമ്മൾ. നമ്മുടെ ഒരു സ്വഭാവം അതൊക്കെ. ഇവൻ പാത്തു വെച്ചില്ല. ഇവൻ ദോനം കൊടുത്തു അല്ലേ? ഒരെണ്ണം എടുത്തിട്ടാണോ കൊടുത്തേ? ഒരെണ്ണം എടുത്തു വെച്ചിട്ട് കൊടുത്താ അതെല്ലാം കൊടുത്തു. പക്ഷെ കർത്താവിന്റെ കയ്യിൽ ചെന്നപ്പം എല്ലാവരും തന്നത് ഉത്തരവാണ്. ഞാൻ പറയുന്നത് മീറ്റിങ്ങിന്റെ കൂടെ ഈറ്റിംഗ് കണ്ടുപിടിച്ചത് കർത്താവാണ്. കർത്താവ് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഈറ്റിംഗ് ഒക്കെ ഇല്ലാതാക്കൊന്നും വേണ്ട, ലളിതമായിട്ടാണ് കൊടുത്താൽ മതി. അവനവൻ്റെ പ്രാപ്തി വരെ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലരുടെ മീറ്റിംഗ് ഒക്കെ മുടങ്ങി പോകുന്നതിന്. അങ്ങനെ വലിയ ഹെവി ലോഡൊന്നും നമ്മൾ
ഉണ്ടാക്കുക. ആർക്കും അധിക ഭാരമൊന്നും വരുത്തണ്ട. സ്തോത്രം. ഇനി ഇല്ലെങ്കിലും അതിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. അതിഥി സൽക്കാരം മറക്കരുത്. ഹലോ, അതിഥി സൽക്കാരം മറക്കരുത്. ക്രിസ്ത്യാനിറ്റിയിലെ ഒരു പ്രധാന കാര്യം, ആദ്യമ നൂറ്റാണ്ടിൽ ദൈവമക്കൾക്ക് ഒന്നും ഇല്ലായിരുന്നു, ദൈവദാസന്മാർക്കൊന്നുമില്ല. അവരിങ്ങനെ പഠിപ്പിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ ഒരുപാട് മിഷണറിമാർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വരും. അവർക്ക് ഭക്ഷിക്കാനില്ല, കിടക്കാൻ സ്ഥലമില്ല. അപ്പം അവർക്ക് സത്രങ്ങളിലൊന്നും താമസ സൗകര്യങ്ങൾ. അതുകൊണ്ട് ആദിമ വിശ്വാസികളായിരുന്നു അവരെയൊക്കെ വീടുകളിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സൽപ്രവർത്തികൾ, അതിഥികളെ സൽക്കരിക്കുക. നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരുത്തിന് ഭക്ഷണം കൊടുത്ത ദിവസം എന്നാണ്? ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക്, എൻ്റെ കാര്യമല്ല, അതിൻ്റെ ഓർഡർ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. വരാത്ത വീട്ടിലെല്ലാം ഞാൻ വന്നുകൊണ്ടിരിക്കും. എൻ്റെ കാര്യമല്ല പറഞ്ഞു തരുന്നേ. നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരാൾക്ക് വല്ലതൊക്കെ കൊടുത്ത ദിവസം എന്നാണ്? ഓർമ്മയുണ്ടോ? ഏറ്റവും ഒടുവിൽ ഒരു പാവപ്പെട്ടവനെ സഹായിച്ച ദിവസം എന്നാണ്? ഏറ്റവും ഒടുവിലായിട്ട് നമ്മളൊരാൾക്ക് ഒരു വസ്ത്രം എടുത്തു കൊടുത്തത് എന്നാണ്? നമ്മളൊന്ന് മനസ്സിലാക്കി, നമ്മുടെ സഭയിൽ തന്നെ ആയിക്കൊള്ളട്ടെ, ആൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് ന്യൂട്രൽ മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഞാൻ മേടിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ? ഇത്രത്തിൽ പരസ്യമൊക്കെ ഇട്ടു, 4 പേര് കാങ്കെ അല്ലേ? സ്വത്രം. എനിക്കൊരു അച്ഛനെ അറിയാം, സ്വത്രാഴ്ചയൊക്കെ ഇടുമ്പോൾ ഈ പൈസയുടെ 50 രൂപ അങ്ങനെ ഇടുന്നത്, അത് 20 രൂപയാണ്. ഇങ്ങനെ നിവർത്തി പിടിച്ചിങ്ങനെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അല്ലേ? ഇടുന്നതും കർത്താവ് നോക്കൂല്ലേ? ഭണ്ഡാരത്തിൽ ഇട്ടോണ്ടിരുന്നപ്പോൾ, കാണിക്ക് ഇട്ടോണ്ടിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ ഞാനാ നോക്കത്ത് പോലുമില്ല. സ്വത്രം. ഇവിടെ പിന്നെ നോക്കേണ്ട ആവശ്യതയില്ലല്ലോ. ഇങ്ങനെ കർത്താവ് നോക്കിയപ്പോൾ ഒരു ദരിദ്രയായ വിധവ, ഹലോ, 2 വെള്ളിക്കാശ് ഇട്ടു. കർത്താവ് കണ്ടുപിടിച്ചില്ലേ? നോക്കി. കർത്താവ് എന്ന് പറഞ്ഞേ, എല്ലാവരെക്കാട്ടിലും അവള് അധികം ഇട്ടെന്നാ പറഞ്ഞേ. 2 വെള്ളിക്കാശ് ഇട്ടു. ഒരു ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് എവിടുന്ന് കിട്ടിയാന്നറിയാമോ? ആ വിധവയായ സ്ത്രീക്ക് അവരുടെ ഉപജീവനത്തിന് ആലയത്തിൽ നിന്ന് കൊടുത്ത സാധനമാണ്. വിധവമാരെ സഹായിക്കുന്ന ശുശ്രൂഷകൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു, ന്യൂടെസ്റ്റ്മെന്റ് ചർച്ചിലുണ്ടായിരുന്നു. വിധവമാരെ സഹായിക്കുക, സാധുക്കളെ സഹായിക്കുക. അപ്പൊ യെരൂശലേം ദേവാലയത്തിലുണ്ടായിരുന്നു. അപ്പൊ പള്ളിയിൽ വിധവയ്ക്ക് കൊടുത്ത 2 കാശാണ്. അത് വീട്ടിൽ കൊണ്ടാതെ അത് മുഴുവനും ഇട്ടു. അത് അർത്ഥം അവൾ അവന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. എല്ലാവരെക്കാട്ടിലും അധികം ഇട്ടു. എത്ര ഇട്ടു എന്നതിനേക്കാൾ, ഇന്നലെ ഞാൻ പറഞ്ഞ എത്ര ഇട്ടു എന്നതിനേക്കാൾ ദൈവം നോക്കുന്നത് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ്. ആ മനോഭാവമാണ് ദൈവത്തിന് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ കൊച്ചനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അവന് പാത്തു വെച്ചൊന്നുമില്ല, അവനത് കൊടുത്തു, അത് അനുഗ്രഹമായിട്ട് തീർന്നു. എന്താ ഞാൻ പറഞ്ഞു വന്നേ? എന്തോ ഒരു കാര്യമാണ് പറഞ്ഞു തന്നെ. ഓക്കെ, ഒത്തിരി കുറച്ചങ്ങോട്ട് പോയി. ഓക്കെ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. മുകളിൽ സഭയുടെ ചുമതല ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയുക. പ്രകടനമല്ലത്, പ്രകടനമല്ല. ഭസ്മാരൊക്കെ അടുത്തോട്ട് വരുമ്പോ കുലുങ്ങി ചാടി തുള്ളുന്ന കണ്ടിട്ടില്ലേ? അതല്ലത്. സ്തോത്രം. പുതിയ ഭാസ്മാരൊക്കെ വരുമ്പോൾ ചിലരുടെ വെപ്രാളം പിടിക്കുന്നത് ഞാൻ കണ്ടുണ്ട്. നിലവിലെ ഭാസ് വരുമ്പോൾ ഒരു വെപ്രാളവും ഇല്ല. പുതിയ ആളിലൊക്കെ വരും ഭയങ്കര വെപ്രാളം. ഇതറിയാം, ആത്മീയരാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങളാണ്. സ്തോത്രം. അതൊക്കെ ദൈവം വെറുക്കുന്നു. ശ്രദ്ധിക്കണം, സഭയുടെ ചുമതല ശരിയായ നിലയിൽ ദൈവത്തെ ആരാധിക്കുക. 2, അകത്തേക്ക് നോക്കണം. മുകളിലേക്കൊരു ചുമതല, 2 അകത്തേക്ക് ഉള്ള ചുമതല. എന്താണ്? കൂട്ടായ്മ. കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാ. സഭ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് സഭ ആവശ്യമാണ്. എന്താണ്? മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ സഭ ആവശ്യമാണ്. ഒരാള് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു തേനീച്ചയെ പിടിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണേൽ പരീക്ഷ നോക്കാം കേട്ടോ. അവനെ ഒരു തേനീച്ചയെ പിടിച്ച് ഒരു കൂട്ടിൽ ഒറ്റയ്ക്ക് അടച്ചാൽ, അതിന് വായുവും ഭക്ഷണവും കൊടുത്ത് അടച്ചാൽ 2 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി അത് ചത്തുവെന്നാ പറയുന്നത്. ഒരു തേനീച്ചയെ പിടിച്ച് കൂട്ടിലിട്ട് അടച്ച് അതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് 2 ദിവസം തുറന്നു വിടാതെ അടച്ചിട്ടിരുന്ന അത് ചത്തുവെന്നാ പറയുന്നത്. ഇത് കാരണം എന്നറിയാമോ? തേനീച്ചയ്ക്ക് വായുവില്ല, വായുവും കൊടുത്തു, അത് ചത്തുവെന്ന് പറയുന്നത്. കാരണം അതിന് കൂട്ടായ്മ വേണം. അതിന് മറ്റു തേനീച്ചകളുമായിട്ട് എന്താ വേണം? അതൊന്നും ചില നടക്കുന്നേ. ആ കൂട്ടായ്മയിൽ തന്നെ പിടിച്ചോണ്ട് മാറ്റി നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ദൈവസഭയ്ക്ക്, സഭയിലെ ഓരോ അംഗങ്ങൾക്കും സ്വതന്ത്രം സഭയുടെ കൂട്ടായ്മ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പൊ മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് എന്തോ ആവശ്യമാണ്? സഭ ആവശ്യമാണ്. 2, പരസ്പരം ധൈര്യപ്പെടുത്തുവാനും ഗുണഘോഷിക്കുവാനും നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. എബ്രായർ 10:24-25 വായിക്കുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യും? സഭായോഗങ്ങളെ, കൂടിവരവുകളെ ഉപേക്ഷയായി വിചാരിക്കും.
അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാതെ അടുത്ത വാക്യം. തമ്മിൽ പ്രകോപിപ്പിച്ചും ആണോ? അല്ല, തമ്മിൽ പ്രബോധിപ്പിച്ചും, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. എല്ലാവരും എന്ന് പറയാം, സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കുക. ഉറക്കെ പറഞ്ഞ, സഭായോഗങ്ങളെ, ദൈവസഭയുടെ യോഗങ്ങളെ ഉപേക്ഷിക്കരുത്. മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിക്കരുത്. മനഃപൂർവ്വമായിട്ട് അതെനിക്ക് വലിയ കാര്യമല്ല എന്ന് പറയുകയാണ് ഉപേക്ഷിക്കുമ്പോൾ. ഓ, അതൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ ഇങ്ങനെ ഓരോ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുക. എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാനതിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ്, എനിക്കത് വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയണം. അപ്പൊ ഉപേക്ഷിക്കാതെ എന്തോ ചെയ്യണം? ഈ വരുന്നത് എന്തിനാണെന്നറിയാമോ? പ്രബോധിപ്പിക്കാനാ. എന്തുവാ പ്രബോധനം? പല സഭകളിലെയും പ്രബോധനമാ പിന്നീട് പ്രകോപനമായിട്ട് എന്ത് ചെയ്യുന്നേ? ഹലോ, ഒരച്ചാൻ എഴുന്നേറ്റ് ഒരു പ്രബോധനം നടത്തും, അടുത്ത അച്ചാൻ അടുത്ത പ്രബോധനം നടത്തും. ലാസ്റ്റ് പ്രശ്നമായി. യോഗം കഴിഞ്ഞ് പാസ്റ്റർ വഴക്ക് തീർക്കാൻ മുടങ്ങും. അത് കണ്ടു നിൽക്കുന്ന പുതിയ തലമുറ പറയും, ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയും. നമ്മൾ തലമുറകളെയൊക്കെ കുറ്റം പറയുമ്പോൾ ഇതുകൂടെ ഓർത്തോണം. രണ്ടും ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓർത്തോണം. നിങ്ങളുടെ സഭ ഞാൻ വരുന്നില്ല അല്ലേ? ഞാൻ പറയാൻ വേണ്ടി പഴത്തിന്റെ തൊലിയും രണ്ടും ഇമ്പോർട്ടൻ്റാ. സ്വതന്ത്രം. നമ്മളൊക്കെ കൂടുതൽ ഈ പഴത്തൊലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അകത്തതിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. പിള്ളേരൊക്കെ അകത്തതിന് പ്രാധാന്യം കൊടുക്കും, പുറത്തതിന് കൊടുക്കത്തില്ല. മനസ്സിലായി പറഞ്ഞാൽ? മനസ്സിലായില്ല? ഏത്തപ്പഴേ അതിന്റെ തൊലിയാണോ പ്രധാനം? അതിനകത്തെ സാധനമാണ് അല്ലേ? പക്ഷെ ഇത് പഴമാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? രണ്ടും കൊണ്ടാണ് അറിയുന്നത്. ഇത് തൊലിയിൽ അറിയാം ഇത് പഴുത്ത പഴമാണോ അല്ലയോ. പക്ഷെ നമ്മൾ കൂടുതൽ ഈ തൊലിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അകത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ അല്ലേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അവന്റെ അകത്തുനിന്ന് വരുന്ന കാര്യങ്ങളാ. ദുർനടപ്പ്, ദുശ്ചിന്ത, വ്യഭിചാരം അല്ലേ, ദുഷ്കാമം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഇതെല്ലാം മനുഷ്യന്റെ അകത്തുനിന്ന് വരുന്ന. ഇത് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ഹലോ, അശുദ്ധനാക്കുന്നു. മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ മനുഷ്യൻ അശുദ്ധനാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പ്രബോധനമൊക്കെ നടത്തി കഴിയുമ്പോൾ സ്വതന്ത്രം ഒരാൾക്കിട്ട് പറയും അല്ലേ? പണ്ട് ഞാൻ ആരോ പറഞ്ഞു കേട്ടു, ഒരു വീട്ടില് അമ്മായിയും മരുമോളും തമ്മിൽ വഴക്കാം. ഒരു കുടിപ്പകയാണല്ലോ, വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു കുടിപ്പകയാണ്. അത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഉണ്ടാകരുത്. സ്വതന്ത്രം. അപ്പൊ അമ്മായിയും എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞേ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? മറ്റൊക്കെ ഇട്ട് താങ്ങിയാന്ന് പറഞ്ഞു. അപ്പൊ മറ്റോട്ട് പറഞ്ഞു, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് അമ്മായിമ്മ എഴുന്നേറ്റ് പാടി. മരുമോൾ അടുത്ത വരി എണ്ണീറ്റ് പാടി, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? മറ്റോട് ചോദിച്ചു, നീ ധരിച്ചിട്ടുണ്ടോ? പണ്ട് രണ്ട് കുരുടന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നാ പറഞ്ഞു. യേശു സൗഖ്യമാക്കിയ രണ്ട് കുരുടന്മാര് തമ്മിൽ കണ്ടുമുട്ടി. അറിയാമോ? യേശു രണ്ട് കുരുടന്മാരെ ഒത്തിരി സൗഖ്യമാക്കി. പക്ഷെ രണ്ടെണ്ണം അത് കണ്ടുമുട്ടിയപ്പം ഒരുത്തൻ പറഞ്ഞു, യേശു എൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി പുരട്ടി, ഞാൻ കാഴ്ച പ്രാപിച്ചു. മറ്റവൻ പറഞ്ഞു, യേശു എന്നെ കണ്ണിൽ തൊട്ടു, ഞാൻ കാഴ്ച പ്രാപിച്ചു. മരുമ വഴക്കായി. ഒരുത്തൻ പറഞ്ഞു, യേശു നിന്റെ കണ്ണിൽ ചേറ് പുരട്ടാഞ്ഞത് കൊണ്ട് നീ സൗഖ്യമായിട്ടില്ലെന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞു, യേശു നിന്റെ കണ്ണിൽ തൊടാഞ്ഞത് കൊണ്ട് നീ സൗഖ്യമാക്കണം. വഴക്കായി. ലാസ്റ്റിൽ അവർ രണ്ട് സഭ ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഒരുത്തന്റെ സഭയുടെ പേര് ചേറ് സഭ, മറ്റവന്റെ സഭയുടെ പേര് ആന്റി ചേറ് സഭ. ചേറ് സഭ ചേട്ടത്ത് ABC എന്നൊക്കെ ഇല്ലേ സഭ അല്ലേ? കുവൈറ്റ് A, കുവൈറ്റ് B. ഇതിനകത്തൊന്നും മടങ്ങി പോയായിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യന്റെ ഒക്കെ രീതിയും കാര്യങ്ങളും ഒക്കെ. ഞാൻ മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ പ്രബോധനമൊക്കെ പറയും നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സഭയെ പറയുമ്പോൾ ശ്രദ്ധിക്കും, അടുത്ത ജനറേഷന് നീ ഒരു ഉത്തരം പറയേണ്ടി വരും. ആവശ്യമില്ലാത്ത സഭയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അടുത്ത തലമുറ ഇത് കാണുമ്പോൾ അവൻ പിന്നെ സഭായോഗത്തെ ഉപേക്ഷിക്കും. അതിന്റെ ഉത്തരവാദിത്വം പിന്നെ നമ്മൾ പറയേണ്ടി വരും. കർത്താവിനെ ചേർന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ. തലമുറകളൊക്കെ വഴിവിട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മളാണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളാകരുത്. നമ്മുടെ ആരാധന ഒരു അഭിനയമായിട്ട് അവർക്ക് തോന്നരുത്. നമ്മുടെ വിശ്വാസം ഒരു അഭിനയമായിട്ട് തോന്നരുത്. അത് ഒരു അനുഭവമായിട്ട് അവർക്ക് തോന്നണം. എന്റെ പപ്പായുടെയും മമ്മയുടെയും പ്രാർത്ഥനാ ജീവിതം അത് അഭിനയമല്ല, അതൊരു ഒരു അനുഭവമാണ്. വീട്ടിലൊക്കെ പോയിരുന്ന പാസ്റ്റർമാരെ കുറ്റം പറയുമ്പോഴേ ഓർത്തോണം, അതിന്റെ തലമുറ അത് കേട്ടോണ്ടിരിക്കുക. ആ മോള് പിന്നെ പാസ്റ്ററെ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നേ അറിയാമോ?
കൊച്ചുവിശ്വാസിയുടെ കുറ്റം വീട്ടിൽ നിന്ന് പറയുമ്പോൾ അവരെ പിന്നെ ആ കുഞ്ഞ് കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നേ. അവന്റെ മനസ്സിലെ വിത്ത് പാകുക. സ്തോത്രം. അപകടമാ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ പക്വതയുള്ളവരായിട്ട് തീരണം. സമയങ്ങൾ അവസാനിച്ചല്ലോ. സ്തോത്രം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്തതിനാ? സ്നേഹത്തിന്. ഉറക്കെ പറഞ്ഞ എല്ലാവരും, സ്നേഹത്തിന്, സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചോണം. സ്നേഹവും സൽപ്രവൃത്തി. സഭയുടെ കൂട്ടായ്മയിൽ വരുമ്പോൾ പരസ്പരം ധൈര്യപ്പെടുത്തുകയും ഗുണദോഷിക്കുകയും ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് കൂട്ടായ്മ വേണം. പിന്നെ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും, എല്ലാവരും ഉറക്കെ വായിച്ചേ, അവസാനിപ്പിക്കുമ്പോ ഉറക്കെ വായിച്ചേ. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. ഇവിടുത്തെ നാൾ എന്താണെന്നറിയാം? കർത്താവിന്റെ മടങ്ങി വരവാ. ഈ നാള് നമ്മുടെ അവസാനം എന്നുള്ളതിനേക്കാൾ കർത്താവിന്റെ മടങ്ങി വരവ്. വരുവാനുള്ളവരും താമസിക്കുകയില്ല. ദൈവിക കാര്യപരിപാടിയിലെ സമയമാകുമ്പോൾ കർത്താവിന്റെ നിത്യമായ ദൈവസഭയുടെ പദ്ധതിയിലെ അവസാനത്തെ വ്യക്തി ഈ ഭൂഖണ്ഡങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് വ്യക്തിയായി കഴിയുമ്പോൾ കർത്താവിനെ അറിയത്തുള്ളൂ. കർത്താവിന്റെ വരവ് സംഭവിക്കും. അത് സമീപിച്ചിരിക്കുന്നു. നാൾ സമീപിക്കുന്നത് കാണും തോറും സ്നേഹം വർദ്ധിപ്പിക്കാൻ, ഉത്സാഹം, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക, ധൈര്യപ്പെടുത്തുക, കൂട്ടായ്മ കാണിക്കുക, സ്നേഹിക്കുക, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഇത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഒരു സഭയുടെ കൂടിവരവ് കൂടുമ്പോൾ ഇത് അർത്ഥമാക്കുന്ന ഒരു കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കൂടിവരവ് ഒരു കാര്യം വിളിച്ചു പറയണം. ഈ തിരുമേശ ഉത്സവം നമ്മൾ അറിയത്തില്ല. ഈ തിരുമേശ ഒരു കാര്യം വിളിച്ചു പറയുന്നു, കർത്താവ് മടങ്ങി വരും എന്ന് പറഞ്ഞ പോലെ സഭയുടെ കൂട്ടായ്മ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൂടിവരവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ ഒരു നാൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മെഹങ്ങെടുക്കപ്പെടും. സ്വർഗത്തിൽ നമുക്ക് ഇതുപോലൊരു കൂട്ടായ്മയുണ്ട്. ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നൊക്കെ വിളിച്ചു വേർതിരിക്കപ്പെട്ട മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും ദൈവത്തിന്റെ സാർവത്രിക സഭയിലെ സകല അംഗങ്ങളും ഒരുമിച്ച് ഭാഷാ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, സാംസ്കാരിക വ്യത്യാസമില്ലാതെ, മതപരമായ വേർതിരിവില്ലാതെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ദിനങ്ങൾ എത്ര ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സഭ ഒരു രാജ്യക്കാരുടേതല്ല എന്ന് പറയുന്നത്. അതൊരു ദേശക്കാരുടേതല്ല, ഒരു ഭാഷക്കാരുടേതല്ല. അത് ദൈവത്തിൻ്റെതാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥിക്കുവാൻ കൂട്ടായ്മ വേണം. ആദിമ സഭയിലൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സഭ പ്രാർത്ഥിച്ചു, ഇല്ലേ? പത്രോസ് തടവിൽ കിടന്നപ്പോ സഭ ശ്രദ്ധയോടെ കൂടിയാളുകൾ, സഭയിൽ ഒരു വ്യക്തിക്ക് പ്രശ്നം വന്നപ്പം ആളുകൾ ഒന്നിച്ചു കൂടി, കൂട്ടായ്മയ്ക്ക് കൂടി എല്ലാവരും കൂടെ. എന്തിനാ? പ്രാർത്ഥിക്കാൻ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൂതൻ അവിടെ ഇറങ്ങി. ഈ ദിവസങ്ങളിൽ സഭയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പെന്തക്കോസ്തുകാർ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചെന്ന, അതിനുശേഷം അവർ ഒരുമനപ്പെട്ട് ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ കൂടിയിരുന്ന സ്ഥലം പോലും കുലുങ്ങി. അല്ലെ? എവിടെയൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിടുതലുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് സഭ വേണം. നീ ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. നിന്നെ താങ്ങി നിർത്തുവാൻ പ്രബോധനം എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുക എന്നാ. പ്രബോധനം എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുക. കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഏരിയ മീറ്റിങ്ങുകളൊക്കെ സഹോദരന്മാര് പൊക്കണം. പ്രാപ്തിയുള്ളവര്. സ്തോത്രം. വാക്ക് പറഞ്ഞ് പണക്കം ഉണ്ടാക്കുന്നവരാകരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉപദേശങ്ങളൊന്നും ഈ ആളുകളെ ഡിസിപ്ലിൻ ഒന്നും പഠിപ്പിക്കാനും പോകരുത്. പാസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടെന്ന് വരും, വേറെ പറഞ്ഞാൽ കേൾക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയും തിരുത്താനും ആരും പോയേക്കരുത്. ഒറ്റ കുഞ്ഞുങ്ങളെ തിരുത്താനായിട്ട് ഒരാൾ പോയേക്കരുത്. അത് പാസ്റ്ററോട് പറയാം, പാസ്റ്ററെ തിരുത്തുക. വേറെ ആൾ പറഞ്ഞാൽ അംഗീകരിക്കുന്ന തരത്തില്ല. അടുത്ത നിങ്ങളുടെ വീട്ടിൽ വരാൻ നോക്കിയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റാ. ഞങ്ങളും വളരെ ഭയത്തോടെ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ കുറവുകൾ കാര്യങ്ങൾ വരുമ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പോരുത്. ആളുകളോട് പറഞ്ഞ് പ്രശ്നത്തിലേക്ക് പോരുത്. സ്തോത്രം. എന്നാൽ സഭയ്ക്ക് ഒരു തിരുത്തൽ, ആ വ്യക്തിക്ക് ഒരു തിരുത്തൽ ആവശ്യമെങ്കിൽ ഇൻഫോം ചെയ്യണം, പാസ്റ്റർ ഇൻഫോം ചെയ്യണം. ഇന്ന കുഴപ്പങ്ങൾ ഇന്നടത്ത് നടക്കുന്നുണ്ട്. ആരും അറിയരുത്. സൗമ്യതയുടെ ആത്മാവിൽ അവരെ എന്ത് ചെയ്യണം? അവരെ യഥാസ്ഥാനപ്പെടുത്തണം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളണം. സ്തോത്രം. കോട്ടേജ് മീറ്റിങ്ങിനെ പോയി സംസാരിക്കണം. അവിടെ വേറെ ഒന്നും സംസാരിക്കരുത്. അവിടെയൊക്കെ ആത്മീയ സത്യങ്ങൾ മാത്രമേ പറയാവൂ. നമ്മൾ വലിയ തിരുത്തലുകൾക്കൊന്നും ശ്രമിക്കരുത്. പക്ഷെ നമ്മുടെ താലന്തുകളെ വർദ്ധിപ്പിക്കണം. കൂട്ടായ്മകളിലൊക്കെ സംബന്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹായിക്കണം. ദൈവവേലയ്ക്ക് നമ്മെ സജ്ജരാക്കാൻ സഭ വേണം. ലോകത്തിൽ ഒരു സാക്ഷ്യമാകേണ്ടതിന്, സകല മനുഷ്യരോടും സൂചന അറിയിക്കേണ്ടതിന്
സഭ ആവശ്യമായ ഭൂമിയിൽ അതിനുവേണ്ടിയാ സഭ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ്. ഓൾ സ്റ്റാൻഡ് പ്ലീസ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ അനാദികാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ദൈവിക മർമ്മമാകുന്ന ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. ജാതീയ വേർതിരിവുകളില്ലാതെ, മതപരമായ വേർതിരിവുകളില്ലാതെ, സാംസ്കാരിക വേർതിരിവുകളില്ലാതെ, സാമൂഹ്യ വേർതിരിവുകളില്ലാതെ രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ കൂട്ടമാകുന്ന ദൈവസഭ ഇന്ന് സ്തോത്രം പകൽ ഈ പ്രാദേശിക സഭ ഈ കുവൈറ്റിന്റെ മണ്ണിൽ ഇവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ സ്വർഗത്തിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ജന്മം പ്രാപിച്ചു ആരാധിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടേത്. നമ്മളെ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും. ഓ പ്രാണപ്രിയന്റെ മടങ്ങി വരവാ. സഭയുടെ പ്രത്യാശ കാഹളം ധ്വനിക്കുന്നത് കേൾക്കുക. ഒരുക്കപ്പെട്ട കാതുകളുമായി നമ്മൾ കാത്തിരിക്കുകയാ. അനുദിന ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുക, ഓ സ്തോത്ര ദൈവത്തിന്റെ കാഹളധ്വനി കേൾക്കുക കഴിയുകയുള്ളൂ. ഇന്ന് പകൽ ദൈവശബ്ദം കേട്ടെങ്കിൽ ഏറെ താമസമെന്ന കർത്താവിന്റെ കാഹളധ്വനി മുന്നിൽ കാതിൽ മുഴങ്ങുമ്പോൾ ജീവനോടെ ശേഷിച്ചിരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെട്ട് ഓ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മേഘങ്ങളിൽ കർത്താവിനെ ഇതിനാൽ എടുക്കപ്പെടും. മരിച്ചു മൺമറഞ്ഞു പോയെങ്കിൽ പുനരുത്ഥാന ശരീരത്തോടെ, ഓ തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടെ, താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്റെ കർത്താവ് അനുരൂപമാക്കിക്കൊണ്ട് ഓ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ആ നല്ല നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കരമടിച്ച ദൈവത്തിന് സ്വത്രം പറഞ്ഞാട് ആ സ്വർഗീയ പ്രത്യാശയോടെ വേണം ഇന്ന് മുതൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുക. ദൈവത്തിന്റെ സഭ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കട്ടെ. അതിന് വില കൊടുത്ത ഒരുവനുണ്ട്, അതിന് പ്ലാൻ ചെയ്ത ഒരുവനുണ്ട്, അതിന് മുതൽ മുടക്കിയ ഒരുവനുണ്ട്. യേശു കർത്താവ്, അവനാണ് നിന്റെ നാഥൻ, അവനാണ് നിന്റെ ശില്പി. അവൻ നമ്മുടെ നടുവിൽ നടക്കുകയാ. ആ കർത്താവിന്റെ സഭയെ കുറിച്ച് അവന് കരുതലുണ്ട്. നിന്നെ സഹായിപ്പാൻ അവൻ മനസ്സുള്ളവനാ. നിന്നെ നീ സഭയുടെ അംഗമാണോ? നിനക്കൊരു സൗഖ്യമുണ്ട് കുഞ്ഞേ, നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ ഭൗതിക വിഷയങ്ങളിലോ ദൈവത്തിന്റെ സഭയിൽ അത്ഭുതം പ്രവർത്തിക്കുമോ? അവൻ മതിയായവനാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൂത് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന്റെ മുഖത്ത് ഭാരപ്പെട്ട ആരെങ്കിലും ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ യോഗം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ പ്രശ്നങ്ങളെ എന്റെ കർത്താവ് എടുത്തു മാറ്റുന്ന പകൽ കൂടെയാണ്. നീ ദൈവദിനം ശ്രദ്ധിച്ച് അതിനായിട്ട് നിന്നെ ഒരുക്കി കീഴ്പ്പെടുത്തി വചനത്തിന്റെ വ്യാപാരത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെയും ദൈവം വെറുതെ വിടത്തില്ല. പത്രോസിന്റെ പടക് യേശുവിനെ സംസാരിക്കാൻ വിട്ടുകൊടുത്തപ്പോ ആ പടകിൽ കയറി പ്രസംഗിച്ച ശേഷം യേശു വീട്ടിൽ പോയെന്നല്ല വായിക്കുന്നത്. പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി. മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞ അവൻ പറഞ്ഞു, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടു എനിക്കൊന്നും കിട്ടിയില്ല. ഓ കർത്താവ് പ്രസംഗിച്ചപ്പോൾ തന്നെ അവന്റെ അവസ്ഥ അറിഞ്ഞിരുന്നു. കർത്താവ് അതിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവന്റെ പടകിന്റെ സ്ഥിതി അവൻ അറിഞ്ഞിരുന്നു. ഇന്ന് മുതൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ സ്ഥിതി അറിയാവുന്നവർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ മീറ്റിംഗിൽ നിന്ന് നിന്നെ മടക്കി അയക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക. എല്ലാവരും സ്വത്രം ചെയ്താട്ട് നിന്റെ ജോലിയിൽ ഒരു അത്ഭുതം ചെയ്യുക, നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം ചെയ്യുക, നിന്റെ തലമുറയിൽ അത്ഭുതം ചെയ്യുക. അവന്റെ വാക്കിന് ചെയ്തപ്പോൾ എങ്കിലും നിന്റെ വാക്കിനെ വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടാക്കപ്പെട്ടു. ഹലകീറാറായി ഇന്ന് പകലൊരു വലിയ വിടുതലോടെ തമ്പുരാൻ നിന്നെ മടക്കി അയക്കുവാൻ ദൈവരങ്ങളെ കേൾപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം ചെയ്താട്ട്. സ്തോത്ര 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 എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. സ്തോത്ര 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 ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. യേശുവിന്റെ നാമത്തിൽ ജയം 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 ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. വചനത്തിന്റെ വ്യാപാര ശക്തിയാ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ആരെങ്കിലും പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്താട്ട്. ഇനി സമയം എടുക്കുന്നില്ല, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പ്രാർത്ഥിച്ചാട്ടെ.